കാഞ്ഞിരപ്പള്ളി അമലയുടെ 33ാമത് നാട് മനസാക്ഷിയുള്ള സാക്ഷി. General Airport announcement. Qantas flight 15 Ayrton passenger Qantas. Passenger Qantas, be in place to depart gate. ആ ചാക്കോച്ചനൊക്കെ ഇത് പ്രാർത്ഥിക്കും. അതൊന്നും നടക്കില്ല. എടാ കല്യാണത്തിന് മിനിസ്റ്റർ കളക്ടർ ഉള്ളതാ. റിസപ്ഷൻ നമ്മൾ പൊളിക്കും.
നിന്റെ വീഡിയോ അവിടെ തുടങ്ങുന്ന തമാശ. എടാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ വെറുതെ ഒന്ന് ഇതാണ് അവന് ബാക്കി കാര്യങ്ങളെ ഞങ്ങൾ രണ്ടിന്റെ കല്യാണത്തിന് നിനക്കെതിരും വലിയ പരിപാടിയാണ്. ഏത് രാവിലെ ഞാൻ തിരുവനന്തപുരല്ലേ? അത് പിന്നെ എനിക്ക് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണ്ടേ? അത് വാടായാലും ദുബായിലെ ഉത്തരവാദിത്തമുള്ള ഒരു കമ്പനിയുടെ സേഫ്റ്റി ഓഫീസറാണ് തിരുമേനി. നീക്ക് നോക്കിക്കോ, ഒരു സുന്ദരി പെണ്ണിനെ കെട്ടി നിന്റെയൊക്കെ മുന്നിൽ കൊണ്ട് നിർത്തിട്ട് പറയും നീക്ക് എങ്ങനെ വേണേലും റാഗ് ചെയ്തോടാണ്. എന്താ സംഭവിച്ചേ? അപ്പോ പ്രണവിന്റെ പെണ്ണിനെ നമ്മൾ വേറിട്ട രീതിയിൽ കാണും. എടാ നീ സസ്പെൻസ് ഒഴിവാക്കി കാര്യം പറയണ്ട, ഒരു തമാശ. നീ ഹിമയെ മറ്റൊരു സ്ഥലത്തെത്തിക്കും. പ്രകാശ് മേനോൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ല, സുപ്രീം കോടതിക്ക് എത്തിയൊന്നും അല്ല, അത് ആടൂല. എന്താ നിന്റെ ഒരു പ്രൊപ്പോസൽ? എടാ കൂട്ടുകാരുടെ കല്യാണത്തിന് കൗതുകമുള്ള തമാശപ്പിക്കാതെ നിനക്ക് താല്പര്യമില്ല. താല്പര്യമില്ല ഞാൻ പറഞ്ഞു, തമാശക്ക് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതെങ്ങനെ? നീ ഹിമയെ നമ്മുടെ തോമാറ്റ റിസോർട്ടിലെത്തി, ഞങ്ങൾ അവിടെ വന്നിരിക്കും. ഒരു ബെസ്റ്റ് പ്ലേ ഉണ്ടാകും. ജീവിതത്തിൽ നിങ്ങൾക്ക് രണ്ടും ഞങ്ങൾ ഏറ്റവും മികച്ച ഗിഫ്റ്റ് ആയിരിക്കും. നിനക്കറിയാമല്ലോ ഞാനോട് നല്ല നടനാണെന്ന്. അങ്ങനെയൊക്കെ നിന്റെ ധാരണ. യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറാണ്, ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാം, അറബിയുടെ ക്രിക്കറ്റ് ഒന്ന് കൊള്ളാനായിരുന്നു യോഗം. ഇങ്ങനെയെങ്കിലും ഒന്ന് അഭിനയിക്കണ്ട. നീ പിടിച്ചാലോ വരുമോ? വീട്ടിൽ ചെന്ന മൂപ്പലാരോട് എന്തെങ്കിലും കള്ളം പറഞ്ഞു കൂട്ടിക്കൊണ്ടോ? ദൈവാനുഗ്രഹിച്ച് കള്ളം പറയാൻ പഠിപ്പിക്കണ്ടല്ലോ. അവൻ രണ്ടേ കാര്യത്തിലെ വാ വിളിക്കാം, കള്ളും കുടിക്കാനും കള്ളം. അപ്പൊ നീ ഹിമയുമായി റിസോർട്ട് ഞാൻ നിങ്ങളോട് അളിയൻ സാഹചര്യത്തിൽ ഒന്ന് നിന്നാ വ്യക്തമായ പ്ലാൻ ഒരു ക്യാമറമാൻ സംഘടിപ്പിക്കണം. പിന്നെ സംഗതി കൊടുക്കും. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പണി അവർക്ക് ഞങ്ങൾ കൊടുക്കും. നീ പകരം സിൻഡ്രല്ലയുടെ ബിരിയാണി വയറ്റി കിടന്നു കൊടുക്കും. എന്ത് രസമാണ്. ഞാൻ തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പോ അച്ഛനത് തമാശ പറഞ്ഞ് ചിരിച്ചു. എന്തായാലും അത് പിന്നെ അച്ഛൻ പറഞ്ഞതേ 5 ദിവസം കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുക്കും. അന്നേരം അയാൾക്ക് ഇഷ്ടപ്പെടുന്നതുപോലെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകരുതോ? ഇപ്പൊ ഇവിടെ വന്ന് അനുവാദം ചോദിച്ച് വിളിച്ചോണ്ട് പോകേണ്ട കാര്യം എന്താണെന്ന്. എന്തോ പർച്ചേസ് ഉണ്ട്, സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കെട്ടിട്ട് നോക്കിയിരിക്കാനാണോ? ഞാനോ? നന്നായി. തനിക്കെന്താ ലോസുണ്ടോ? എനിക്കെന്റെ വീട്ടുകാരും വല്ലാത്ത ബഹുമാനം തന്നെ എനിക്ക് കണ്ടെത്തി പറഞ്ഞ. പ്രേമിച്ചിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. അതൊരു വല്ലാത്ത നഷ്ടമായി പോയി. താൻ അടുത്തിരിക്കുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോഴേ ക്യാമ്പസ് ഇന്റർവ്യൂവിലൂടെ ദുബായിൽ ഒരു കമ്പനി സെലക്ഷൻ കിട്ടി. പിന്നെ അവിടെ 10-12 മണിക്കൂർ തിരക്ക് പിടിച്ച് പോയി. അതിനിടയ്ക്ക് മനസ്സിൽ പിടിച്ചൊരു പെണ്ണിനെ കണ്ടില്ല. ബെഡായിയൊക്കെ വിട്, പ്രേമിച്ചൊക്കെ കാണുമല്ലോ. വേണ്ട പറയണ്ട, വെറുതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്നോട് ചിക്കൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവനിപ്പോ പട്ടാളത്തിലാ. പിന്നെ കോളേജിൽ വെച്ച് ഒരു ഗസ്റ്റ് ലെക്ചർ മൂപ്പർക്ക് എന്നോട് മുടിഞ്ഞ പ്രേമം. പാവത്തിന് ഇതുവരെ ജോലി സ്ഥിരമായില്ല. MBAക്ക് ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ ഒത്തിരി കമ്പനികൾ. അത് പിന്നെ പ്രേമമൊന്നുമല്ല, അവരെല്ലാം കല്യാണത്തിന് വരും. ഏതെങ്കിലും ഒരു സ്റ്റാർട്ടർ എടുക്കാം, ഒരു ചിക്കൻ ലോലിപോപ്പ്, പിന്നെ ഒരു സൂപ്പ്, ചിക്കൻ കോൺ സൂപ്പ്. 1 week 1-2 തന്നാൽ മതി. ഓക്കെ, ബാക്കി ഇദ്ദേഹം പറയും. ഭക്ഷണം കഴിക്കാനാണോ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനാണ് കൂട്ടി. ഇത് നല്ല ഭ്രാന്ത്. വിവാഹശേഷം നമ്മുടെ ഹണിമൂൺ എവിടേക്കായി? ഹണിമൂൺ പോണം, അതൊക്കെ ഒരുമാതിരി ക്ലീശേ. ഇങ്ങനെ പറഞ്ഞ് നീ എത്ര എണ്ണത്തിന് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നീങ്ങിയിരുന്നടാ. പറഞ്ഞത് കേൾക്കുന്നില്ല. തന്റെ പേരെന്താന്ന് പറഞ്ഞത്? ഹിമ. ഞാൻ ശില്പ, പ്രണവിന്റെ ജൂനിയറായി പഠിച്ചതാ. അതേ കല്യാണം കഴിക്കാനാണ് പറഞ്ഞിട്ട് ഇവനെ കുറെ കാലം എന്നെ കൊണ്ടു നിർത്തിട്ടുള്ളതാ. നീ കേൾക്കുന്നുണ്ടോ? കല്യാണം എന്ന് പറഞ്ഞത് വെറുതെ അടിച്ചതാണോ അതോ സത്യം? സത്യം. എന്നിട്ട് എന്താ നീ എന്നെ അറിയിക്കേണ്ടത്? നിനക്ക് അങ്ങനെ മറക്കാൻ പറ്റുന്ന ബന്ധമാണോ നമ്മുടേത്? അതെങ്ങനെ ആത്മാർത്ഥ എന്ന് പറയുന്നത് ലേവലേശം തൊട്ടു നീങ്ങിയിട്ടില്ലല്ലോ. എന്നാലും എന്റെ കൊച്ചേ, നിന്റെ കാര്യം കഷ്ടം. അല്ല, അങ്ങനെയുണ്ട്. സ്മോള് വിട്ടിട്ടുണ്ട്. പിന്നെ ചാവ നിനക്കറിയാലോ. എന്താണ് നീ എന്നെ വിളിച്ചില്ലോടാ? എത്ര കാലമായി നമ്മൾ കണ്ടിട്ട്? വിളിച്ച ഫോൺ എടുക്കത്തില്ല.
ചിരിച്ചു. എന്റെ പെണ്ണുപിള്ള ഉപേക്ഷിക്കാൻ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്കറിയാമോ. ഒറ്റയ്ക്ക് നിങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനാണ്ട് വളർത്തോണ്ട് പോയി. അങ്ങനെ ഈ കാപ്പിളാണ് കെട്ടുന്ന. അവിടെ വേറെ കാണും. എന്നാ പണിയാ മറ്റേ കാണിക്കുന്നത്? ഞാൻ നോക്കിയിട്ടല്ലേ. എനിക്കറിയാം. നിങ്ങൾ എന്ത് മര്യാദകളായി കാണിക്കുന്നത്? നിങ്ങളോടല്ലേ പറഞ്ഞേ അവിടെ വേറെ ആളുണ്ടെന്ന്? എനിക്ക് പറ്റേ ഇരിക്കണോ അവനെ? പ്രണവല്ലേ അവൻ സംസാരിക്കുന്നത് എന്റെ ഭാര്യയായിട്ടാണ്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ചാൾ അവൻ കൂട്ടുകാരൻ ഒരു പരസ്പര സഹായ സഹകരണ സംഘങ്ങളല്ലേ. അടിക്കട്ടെ ചാമ്പയെ പാറ്റി ഉണ്ടാക്കിയ ദുബായി കൊണ്ടുവന്നത് കുടിക്കാൻ കുടിക്കട്ടെ. ഇവിടെ പേടിക്കണ്ടത് നമ്മളെ തോന്നാക്കിയ സ്ഥാപനമല്ലേ. ഒരു പ്രശ്നം ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല. അയ്യോളാ പ്രണവിന്റെ നമ്മുടെ പ്രണവിന്റെ ഭാര്യ പ്രണവ് കെട്ടാൻ പോകുന്നവൻ കഴിക്കില്ല. അത് നന്നായി, അത് നന്നായി. അവൻ താങ്ങല്ലേ, ഭയങ്കര താങ്ങ്. കണ്ടോ രണ്ടുപേരിൽ നിന്നുള്ള എന്നതിന് മാത്രം കുടുംബം വെക്കാറുണ്ട്. നീ എനിക്ക് കൊണ്ടിട്ട് കുടുംബം വെക്കാൻ നീ കണ്ടില്ലേ കൈ പോകുന്നത് കണ്ടാ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞില്ലേ വിട്ടില്ലേ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇയാളായിട്ട് പ്രശ്നം ഉണ്ടാക്കായിരുന്നു. ഇത് സുരഭി ഏത് സുരഭി? അതെ, ആലുവ യൂസി കോളേജിൽ പഠിച്ച സുരഭി. എന്റെ പൊന്നുമാനെ നീ ഇപ്പൊ ആലുവ എന്നൊന്ന് പറഞ്ഞ് മറ്റേ പേടിപ്പിക്കല്ലേ. ശിവമേ, ഇതൊരു ശല്യമായല്ലോ. തന്റെ ആള് മാറിയതാ. എനിക്കത് പറഞ്ഞു മാറിയല്ല, അവരുടെ സ്ഥിരം പണി ഇതല്ലേ. വെച്ച് ഗൂഢാലോചന ഓർമ്മയില്ല. എന്താ സുരഭി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടുവിടണം. ഈ നിമിഷം ഇങ്ങോട്ട് വാ. മനസാക്ഷിയുള്ള സാക്ഷി. നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര. ഗാനങ്ങൾ രാജീവ് ആലങ്കൽ. സംഗീത സംവിധാനം സെബി നായരമ്പൽ. ആലാപനം രമേശ് മുരളി, അനു മരിയ റോസ്. റെക്കോർഡിംഗ് റിയാൻസ് എറണാകുളം, അമല ഡിജിറ്റൽ ഡൊമൈൻ കാഞ്ഞിരപ്പള്ളി. രംഗപടം ആർട്ടിസ്റ്റ് സുജാത. വസ്ത്രാലങ്കാരം ജയൻ പി താരം. കേശാലങ്കാരം പ്രകാശ് വിക്സ് ചേർത്തല. കൊറിയോഗ്രാഫി അമൽ രാജ്. സഹസംവിധാനം ബിജു കലാവേദി. ചീഫ് കോർഡിനേറ്റർ പ്രദീപ് ജി. നിർമ്മാണം ഫാദർ മാത്യു പുത്തമ്പറമ്പ്. സംവിധാനം വത്സൻ മിസരി. എനിക്ക്
4 ദിവസം കൂടി കഴിയുമ്പോൾ കല്യാണമാണ്. ബന്ധുക്കളെ സ്വന്തക്കാരെ മുഴുവൻ ക്ഷണിച്ചു കഴിഞ്ഞു. മന്ത്രകോടിയും പൊന്നും പുറത്തു വാങ്ങിക്കുന്ന കാറും എന്റെ മോളും നിനക്ക് തരാൻ വേണ്ടി ആ പൊന്നു പോലെ കരുതി വെച്ചിരിക്കുകയാണ്. നിന്റെ മാതാപിതാക്കളും ഞങ്ങൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 24 വർഷം വളർത്തിയ എന്റെ മോളെയും എന്റെ സർവ്വ സമ്പാദ്യവും നിനക്ക് തരുമ്പോ എന്റെ ജീവിതം നീ വിളിച്ചോണ്ട് പോയി. കിട്ടാൻ പോകുന്ന ചെക്കൻ കല്യാണത്തിന് 4 ദിവസം മുമ്പ് വന്ന് ഹിമയൊന്ന് ഒപ്പം വിടണം, ഒരുമിച്ചെന്തോ പർച്ചേസ് ചെയ്യാനുണ്ട്, അവളുടെ അഭിപ്രായം കൂടി എന്തോ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ 5 ദിവസം കഴിയുമ്പോൾ താലി കെട്ടേണ്ടവൻ ഒപ്പം വിട്ടു. നീ എന്താ എന്നോട് കാണിച്ചത്? എന്റെ മോളെ എനിക്കറിയാം. അവൾ അങ്ങനെ പ്രതികരിക്കണമെങ്കിൽ നിസ്സാരമല്ലാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ട്. നീ കണ്ടില്ലേ? നിനക്ക് ബോധ്യമായില്ലേ? എന്റെ മോളുടെ സമയലേക്കുന്ന അവസ്ഥയിലാണ് അവൾ കൊലപാതകി. അവിടെ തേടി പോലീസ് വരില്ലേ? വരില്ലേ? കൊലപാതക കുറ്റത്തിന് എന്റെ മോളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? എങ്ങനെ ജീവിക്കണം? എന്തിനാണോ എന്റെ ജീവിതം ഇങ്ങനെ എറിഞ്ഞു വിളിച്ചത്? തന്റെ അച്ഛനെ വിളിക്ക്, എനിക്ക് മുതിർന്നവരോട് സംസാരിക്കണം. സോറി, നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഒരു പിതാവിനെ പിടിച്ച് ജീവിതത്തിന്റെ തീക്കുണ്ടത്തിൽ ഇട്ടിട്ട് അച്ഛനെ വിളിച്ച് ആക്ഷേപിക്കുന്നു. പ്ലീസ്, ദയവായി എനിക്ക് പറയാനൊന്നും കേൾക്കണം. എന്റെ മോള് ഒരാളെ കൊന്നു. അല്ല, നിങ്ങളോട് അങ്ങനെ ഒരു ഗതികെട്ട ചതിക്കുഴിയിലേക്ക് എടുത്ത് എറിഞ്ഞു. അതിന് നീ എന്ത് ന്യായം പറഞ്ഞിട്ട് എന്ത് കാര്യം? മനഃപൂർവ്വമല്ല, ഇവരുടെ സുഹൃത്തുക്കളാണ്. ഇവർ ഞങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ദുബായിൽ വന്നവരാണ്. ഹിമയെ ഒന്ന് കാണുന്നത് പറഞ്ഞു. തികച്ചും ഇന്നസെന്റ് ആയി. എന്നാൽ ജീവിതത്തിൽ എന്നും ഓർത്തു വയ്ക്കാൻ പറ്റിയ ഒരു തമാശ ഒപ്പിച്ചിട്ടുണ്ട്. ഹിമയ്ക്കും കൊല്ലപ്പെട്ട ജെയിംസ് ഒഴികെ മറ്റെല്ലാവർക്കും അത് അറിയാമായിരുന്നു. എന്തിന്? റിസോർട്ടിന്റെ ഉടമസ്ഥൻ തോമസിന് പോലും. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ക്ലൈമാക്സ്, ഉദ്ദേശത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഭംഗിയാവുന്ന ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടുപോയി. നീ വിദ്യാഭ്യാസമുള്ളവരല്ലേടാ? ഇവറ്റോട് അങ്ങനെയൊക്കെ തന്നെയല്ലേ? സ്വന്തം ജീവിതം കണ്ടാണോ തമാശ കളിക്കുന്നത്? വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷമാണ്. മരണം വരെ ഒരുമിച്ച് ജീവിക്കാൻ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുക വിശുദ്ധവും പരിപാവനവുമായ ഒരു ചടങ്ങ്. പുതിയ തലമുറയെ നീയൊക്കെ അതിനെ കോമാളി കളിയാക്കി മാറ്റി. പെണ്ണിനെ ചെക്കനെ JCB നാട്ടിലെടുത്ത് കൂവി വിളിക്കുക, താലി കിട്ടുന്ന പവിത്രമായ നിമിഷത്തെ വൾഗറാക്കുക, ബന്ധുക്കളും വിശുദ്ധാളിൽ നിന്ന് പങ്കെടുക്കുന്ന റിസപ്ഷനിൽ കോമാളി കളിക്കുക. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നാണോ ഇതൊക്കെ? വിദ്യാഭ്യാസവും വിവേകമുള്ളവർക്ക് ചേർന്നാണോ ഇതൊക്കെ? മാതാപിതാക്കൾ ഗതികെട്ട കാഴ്ചക്കാരായി നോക്കി നിൽക്കുക. കിട്ടാൻ പോകുന്ന പെണ്ണിന്റെ റാഗ് ചെയ്യണമെന്ന് ഇതിൽ ആർക്കായിരുന്നു നിർബന്ധം? ജീവിതം ഒരു കോമഡി ഷോ ആണെന്ന് ആരാണ് നിന്നെയൊക്കെ പഠിപ്പിച്ചത്? സോറി, എന്റെ വാക്കുകൾ പരുഷമായി പോകുന്നു. പരിഹാരമില്ലാത്ത സങ്കടം മനസ്സിൽ കിടന്ന് കലമ്പുമ്പോ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം? എന്റെ ജീവിതമാ ഈ ഉമ്മകത്ത് എന്റെ കൺമുന്നിൽ നിന്ന് പ്രാവിൻ കുഞ്ഞിനെ പോലെ വിറച്ചത്. ഒരാൾ മരണപ്പെട്ടു, കൊന്നത് എന്റെ മകൾ. അവിടെ തേടി പോലീസ് വരല്ലേ? കൊലപാതക കുറ്റത്തിന് എന്റെ മോളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ എന്റെ ദൈവമേ, അയ്യോ! അതൊരു കൊലപാതകമല്ല, ഒരു കയ്യബദ്ധം. വിട്ടുതം പറയാനുള്ളൂ. ആ അടി ഇവന്റെ തലയിൽ കൊണ്ടിരുന്നെങ്കിൽ, നിങ്ങളുടെ തലയിൽ കൊണ്ടിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടുപോയ ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? കയ്യബദ്ധമായിരുന്നു തേടി വരുന്ന പോലീസിനോട് പറഞ്ഞാൽ ഒക്കെ ശരി എന്ന് പറഞ്ഞവർ മടങ്ങി പോകുമോ? പോലീസ് വരും, പക്ഷെ അവർ ഒരിക്കലും ഹിമയെ അറസ്റ്റ് ചെയ്യില്ല. ആ കൊലപാതകം ഹിമയുടെ കയ്യബദ്ധമല്ല, എന്റെ പിഴവ്. ഞാനാണ് കാരണക്കാരെന്ന് പോലീസിൽ മൊഴി കൊടുക്കും. എന്നെ അറസ്റ്റ് ചെയ്യും. എന്നെ ഹിമയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ പിന്നെ ഞാനെന്തിന് ജീവിച്ചിരിക്കണം? അവളെ എവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയത് ഞാനാ. സമയം എന്നോട് ഇങ്ങനെ കലമ്പി നിൽക്കുകയായിരുന്നു എനിക്കറിയില്ലായിരുന്നു. കല്യാണം മുടങ്ങും. പ്രകാശ് മേനോന്റെ മോളെ കല്യാണം നിശ്ചയിച്ച ചെക്കൻ ഒരു കൊലക്കേസിൽ പ്രതിയായി അകത്തായി എന്നൊക്കെ പറയുന്നത് അങ്ങേക്ക് നാണക്കേടാണ്. പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല. ഇത് ചോദിക്കണം. പോലീസ് ഇങ്ങോട്ട് വരാം.
നീ എന്തെങ്കിലും പുതിയ വേഷം കൊണ്ടോടാ കെട്ടാൻ? തമാശ ഒരുക്കി സീരിയസ് ആയിട്ട് പോയി. കോമഡി ട്രാജഡിയാ. എനിക്കൊന്ന് സംസാരിക്കണം. ഈ ഒരു പുള്ളി പറയണ്ട. നിന്റെ കല്യാണം കൂടാനാ കാലങ്ങൾക്ക് ശേഷം ഒരു ദുരന്തം പോലെ ഞാൻ ഇല്ലാത്ത കാലം. ഒരു പാത്രത്തിൽ ഉണ്ണുകയും ഒരു കുഴിയിൽ ചാക്കുക എന്നൊക്കെ പറയാതെ അലങ്കാരത്തിന്. എനിക്കത് അലങ്കാരമല്ല, ആത്മാർത്ഥതയുള്ള ഒരു സൗഹൃദത്തിന്റെ പേരാ തിരുമേനി എന്ന്. സാറേ, കാഴ്ചയും പോരാ, പക്ഷെ മനസ്സിൽ ഒരുപാട് നന്മയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് മുഖസ്തുതിയാണ്. എന്റെ മനസ്സിൽ തോന്നിയ ഒരു ദുർബുദ്ധിയാണ് ഇതിനൊക്കെ കാരണം. സ്വന്തമായി സങ്കടങ്ങൾ ഒരുപാടുള്ളപ്പോ ചിരിക്കാൻ കിട്ടുന്ന സമയം ഞാൻ കളയാറില്ല. ഇതെന്റെ തെറ്റാണ്. ഉറപ്പായി പ്രണത്തിന് താല്പര്യമില്ലായിരുന്നു. തന്റെ പെണ്ണിനെ കോമാളി വേഷം കെട്ടിച്ചത് ഞങ്ങൾ കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഈ വിവാഹം നടക്കണം, തീരുമാനിച്ച ദിവസം, തീരുമാനിച്ച മുഹൂർത്തത്തിൽ. ഈ കുറ്റം നീ എന്താ ഏൽക്കേണ്ടത്? അതിനെ അവകാശം എനിക്ക് മാത്രം. തൂക്കിക്കൊള്ളത്തൊന്നുമില്ല, ഏറിയാലൊരു ജീവോരും അതൊക്കെ ഏറ്റുവാങ്ങാനുള്ള തന്റെ ഇടവിലും നമ്മൾ പ്ലാൻ ചെയ്ത കഥയുടെ ക്ലൈമാക്സ് അങ്ങനെ ആവട്ടെ. വേണ്ട, എനിക്ക് വേണ്ടി അത് സർപ്രൈസ് ചെയ്യണ്ട. അതേ, ഞാൻ വന്നത് നിന്റെ ജീവിതം തകർക്കാനല്ല, നിന്റെ ജീവിതം നിന്റെ ആസ്വദിക്കാനല്ല. ഈ വിവാഹം മുടങ്ങിയ ഒരുപാട് പേര് സങ്കടപ്പെടും. ഞാൻ കൊലക്കേസിൽ പ്രതിയായാൽ സങ്കടപ്പെടാൻ നിങ്ങൾ രണ്ടാളെ കാണും. നിങ്ങൾ രണ്ടാളും പുറത്തുള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ആരെയാ പേടിക്കുന്നത്? തോമാച്ച സഹകരിക്കും. കൊന്നത് ഞാനാ, എന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യണത്. അവരുടെ കയറും ഞാനെ കൊണ്ടേ ഇതെന്റെ വിവാഹ സമ്മാനം. ഇതെന്ന് വാങ്ങുമ്പോ ഉറപ്പില്ല, ഇതിന് കൊണ്ടൊരു വലിയ തമാശ. വാങ്ങണം, വാങ്ങാൻ അടിച്ചു പൊളിക്കണമെന്നൊക്കെ കരുതി വന്നതാ. എന്താണെന്ന്
അതുമാണെങ്കിലും എന്റെ കൈ കൊണ്ട കണ്ണടയ്ക്കുമ്പോ എന്റെ മുമ്പിൽ കിടന്ന് പിടയുക. മനുഷ്യനൊരു ഭാരമായി എന്റെ മനസ്സിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ കഥകളുണ്ടെങ്കിൽ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാനൊരു പെണ്ണ മനുഷ്യ സ്ത്രീയാ. നമുക്കൊരു സഹിക്കാത്ത കാണുമ്പോ അയ്യോ, ഞാൻ പ്രണവിനെ വിളിച്ചിട്ടുണ്ട്. അച്ഛനെയും കൂട്ടി വരണമെന്ന് പറഞ്ഞു. തിരുമേനി കുറ്റമേറ്റു. അയാൾക്കങ്ങനെ തോന്നിയതും അയാളങ്ങനെ ചെയ്തതും നിങ്ങളുടെ വിവാഹം നടക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഇക്കാര്യത്തിൽ നീ തികച്ചും നിരപരാധിയാണ്. അതാണ് സത്യം. ഭാഗ്യത്തിന് നിങ്ങളല്ലാതെ മറ്റാരും ഇത് കണ്ടില്ല. ഈശ്വരനല്ല നിന്നോട് വിരോധം വല്ലതുണ്ടോ? അച്ഛന്റെ മുന്നിൽ വാക്കിൽ വാക്ക് തർക്കുത്തരം പറഞ്ഞു കേട്ടില്ലേ? ഈ വിവാഹത്തിന് പിന്മാറുന്നതിന് നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു കാരണമല്ല. പിന്മാറുകയല്ലേ, എന്റെ ശരീരമല്ലേ വധുവാകേണ്ടത്, എന്റെ മനസ്സാ. അതെന്നോട് വല്ലാതെ കലമ്പുക. ഇനി എന്തൊക്കെ തേടി വരും ആർക്കറിയാം. തിരുമേനി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞതോടുകൂടി ഇവിടെ എല്ലാം അവസാനിച്ചു ഉറപ്പുണ്ടാവും. പോലീസ് എന്റെ മൊഴിയെടുത്തു. പ്രണവ് സതീഷും പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്റെ വാക്കുകളിലെ പൊരുത്തക്കേടുകൾ പോലീസ് ശ്രദ്ധിച്ചതാ. അയാൾ കുറ്റം സമ്മതിച്ചില്ലേ? പിന്നെ പോലീസ് എന്തിന് ആവശ്യമില്ലാത്ത കഥകൾ നേടി പോകണം? തിരുമേനി കുറ്റം സമ്മതിച്ചു. റിസോർട്ടിൽ കൊലപാതകം എന്ന് പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളും കൊല്ലപ്പെട്ട ആളിനെയും ഇനങ്ങളിലെ പ്രതിയുടെയും പടവും വാർത്തയും പ്രസിദ്ധീകരിച്ചു. 11:30 മണിക്കുള്ള ക്രൈം സ്റ്റോറി ചാനലുകാരും ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ച് അവതരിപ്പിച്ചു. പക്ഷേ അതിലെല്ലാം മരിച്ചവനും കൊന്നവനും ഉണ്ടായിരുന്നു. എന്നിട്ടും തിരുമേനിയെ തേടി ഇതുവരെ ആരും വന്നില്ല. അയാൾ ആരാണ്? അയാൾ കാര്യമില്ലേ? നീ എന്തിനു ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നത്? അച്ഛാ, തിരുമേനിയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും? ഈ സമയത്ത് ഇങ്ങനെയൊക്കെ അതൊക്കെ ഞാനായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതല്ലേ? അയാൾ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യും, പോലീസ് കസ്റ്റഡിയിൽ വിടും, തെളിവെടുക്കും, കേസന്വേഷണമായി കൊണ്ടുനടക്കും. പരമാവധി 90 ദിവസം റിമാൻഡിൽ കഴിയും. പിന്നെ ജാമ്യം കിട്ടും. ഏതായാലും അയാളുടെ ജീവിതം ഇനി പഴയതുപോലെ ആവില്ല. ഒരു നിമിഷം കൊണ്ട് ഞാൻ ആരുടെയൊക്കെയോ മുമ്പിൽ കടക്കാരിയായി. നിസ്സാരമായി വീട്ടിൽ തീർക്കാൻ കഴിയുന്നതാണോ അതൊക്കെ? ഇന്ന് ശക്തികുളങ്ങര പള്ളിയിൽ കൊല്ലപ്പെട്ട ജെയിംസിന്റെ മരണാനന്തര കർമ്മങ്ങൾ നടക്കുക. അതിലൊന്ന് പങ്കെടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുക. ഈ പെണ്ണിനെന്തോ പ്രാന്തുണ്ടോ? ഇല്ല, നീ ആരും ചാടി പോകുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യം ചിന്തിച്ച് മനസ്സിലുണ്ടാക്കാൻ ജീവിതം ഭക്ഷണമായി പോകും. അർദ്ധാർത്ഥമൊന്നും സംഭവിച്ചു. അതുപോലെ ദുരന്ത ചിത്രങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കാനുള്ളതല്ല. മറന്നേക്കണം, എന്നിട്ട് ജീവിക്കുക. ജീവിതം അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മെ ചില പ്രതിസന്ധികളെ കൊണ്ട് നിർത്തും. അവിടെ കുഴികുഴിച്ച് സ്വയം അടക്കം ചെയ്യുന്നു. ഇവിടെ 2 കുടുംബങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ് ഈ വിവാഹം. മക്കളുടെ പൂർണ്ണ സമ്മതത്തോടെ. മോള് പറയുന്ന എല്ലാ അച്ഛനും മനസ്സിലാവുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത എത്ര വിട്ടുവീഴ്ച നിന്നോട് കാട്ടിയിട്ടുണ്ട്. ജീവിതം അങ്ങനെയാണ്. അപ്പൊ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാ? ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. സദ്യ കൊടുക്കുമ്പോൾ 500 പേര് കൂടി പറയണം. കല്യാണം കുറെ പേരൊക്കെ വിളിക്കാൻ പറ്റുപോയി. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ളവരെ വേണമല്ലോ വിളിക്കാൻ. ഏത് പക്ഷേ പിള്ളേര് കാണിച്ച പോസ്റ്റ് കണ്ടില്ലേ? പത്രത്തിൽ വാർത്തയായി, കഥയായി. പിന്നെ മനുഷ്യൻ ഇരിക്കുമ്പോൾ തരുമോ? എന്നാലും ദളവാപുരത്തേമാൻ നല്ല പണിയാ കാണിച്ചത് നാട്ടാൻ. ദളവാപുരത്തേമാന്റെ മോന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലേന്ന് നോക്കളെ കാര്യങ്ങൾ കൂടെ പോകും. പോരാത്തതിനൊപ്പം ദളവാപുരത്തേമാൻ ആരാ? വ്യാപാരി വ്യവസായികളുടെ ജില്ലാ പ്രസിഡന്റ്. പരമാവധി ഒഴിയാൻ നോക്കി കൊണ്ടുസ്ഥാണെന്ന് എല്ലാവരും ഒരേ നിർബന്ധം. ദളവാപുരത്തേമാൻ മതി, ദളവാപുരത്തേമാൻ മതി നിന്നു കൊടുത്തു. അപ്പൊ എന്തോ പറ്റി? ദാവന്നും GST. പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചർച്ച എന്നു വേണ്ട. മൂപ്പര് പറഞ്ഞ ഞങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞ മൂപ്പർക്കും മനസ്സിലാകുന്നില്ല. കാര്യം എന്തായാലും ഭരിക്കുന്നവനും വ്യാപാരിക്കൊന്നും പ്രശ്നമില്ല. സാധനം വാങ്ങാൻ വരുന്നവൻ മൂച്ചി എന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർ കല്യാണത്തിന് പഠിക്കട്ടോ. ഐസിക് സാറേ 6 കോടം കുറക്കണം 6 കോടം കുറക്കണം എന്നൊക്കെ പറയാം. പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നു വിളിക്കാതിരിക്കാൻ പറ്റുമോ? വിഷമിക്കണ്ട, നമ്മുടെ പിള്ളേർ എല്ലാത്തിനും കാണും. എന്താ മക്കളെ മുഖത്തൊരു വല്ലാളിക കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? കാലൊക്കെ അനുഭവിച്ചവരൊക്കെ ദുബായിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണെന്നറിയും. അന്വേഷിക്കുന്ന സർക്കാർ നമുക്ക് പറ്റപ്പെട്ടവരാ. ഒരു കാര്യമില്ലാതെ സപ്ലൈയുടെ ഉച്ചയ്ക്ക് കുപ്പിയെടുത്ത് അടിക്കാന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് വിളക്കാൻ എന്താ പറയുക?
അറിയാതെ അവിടെ കയറി വന്ന ജീവനക്കാരൻ തലക്കടിയേറ്റ് മരിച്ചു. ഹിമ നിരപരാധിയാണ്, സത്യമായി. ഞാനാണ് ഹിമ ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയത്. കുറ്റം ഞാൻ ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷെ അവന്റെ മനസ്സോടെ ഏറ്റെടുത്തു. പോലീസിൽ സമ്മതിച്ചു. അവന്റെ കുറ്റസമ്മതം ഒരുക്കനുസരിച്ചുള്ള തെളിവുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുക്കുന്നത്. റിസോർട്ടിന്റെ ഉടമസ്ഥൻ തോമസിന് എല്ലാം അറിയാം. അയാളാണ് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരുന്നത്. ഇതെന്റെ അച്ഛനെ അറിയിച്ച് അച്ഛന്റെ മനസ്സ് ഒഴിപ്പിക്കേണ്ടെന്ന് കരുതി. പണി പാടുമോ? ഇല്ല. എല്ലാ മക്കൾക്കും ഒരു ധാരണയുണ്ട്. മുതിർന്നാൽ അച്ഛൻ മണ്ടനുണ്ട്. ഏടിയുമാണ് നിൽക്കുന്നത്. 60 വർഷത്തെ ജീവിതാനുഭവം കൊണ്ട് എനിക്ക് പ്രായത്തെ മാനിക്കണ്ട, ജീവിതാനുഭവങ്ങളെ മാനിക്കണ്ടേ? ജീവിതം ജീവിച്ചു പഠിക്കേണ്ടതാ. അത് ഇന്റർനെറ്റിലൂടെ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളൊന്നുമില്ല. കല്യാണം നടക്കട്ടെ. അത് നമ്മൾ കുടുംബങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അച്ഛാ, അതിലെനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എനിക്കൊരു അല്പം കൂടി സാവകാശം വേണം. വിവാഹം മാറ്റിവെക്കണം. അതിനാ ഞാൻ പ്രണവ് അച്ഛനെയും കൂട്ടി ഒന്ന് വരാൻ പറഞ്ഞത്. നിങ്ങൾ എന്താണ് ഒരു പെൺകുച്ചിനെ മുഖമടച്ചത് കൊടുക്കാത്തത്? അങ്ങനൊരു പണി പഠിച്ചിട്ടില്ലേ? ഞങ്ങൾ മുതിർന്നവരൊക്കെ വായ നോക്കിളാക്കിക്കൊണ്ട് നീയൊക്കെ തീരുമാനിച്ചു. സമുദായവും പൊതുസമൂഹവും സാക്ഷിയായ തീരുമാനത്തിൽ നീയൊക്കെ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ മാനക്കേട് സഹിക്കാൻ തലവാപുരത്തെ ആത്മഹത്യ ചെയ്യുമെന്ന് ഞങ്ങളുടെ കാലം പിടിച്ച് കരുതണം. എന്റെ പറ്റുകളെയും നാട്ടുകാരെ എങ്ങനെ അറിയിക്കണം? ഞാൻ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കൊലപാതകം ചെയ്ത കുറ്റബോധം കൊണ്ട് പ്രകാശ് മേനോന്റെ മകൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയുണ്ടോ? ഒരിത്തിരി വെള്ളം കാണുമോ? ഒരതിഥി വീട്ടിൽ വന്നാൽ മര്യാദ കാണിക്കില്ല. നഷ്ടപ്പെടാൻ അഭിമാനമുള്ളവർക്ക് വല്ലാതെ ദാഹിക്കും, അല്ലേ? കുട്ടികൾക്ക് അതറിയില്ല. പോകാം. അപ്പോ ദളവാപുരത്തെ മാൻ വാടും. നീ എന്നെ വെറുക്കരുത്. കാരണം എനിക്ക് നിന്നെ ഏറെ ഇഷ്ടം. തിരുമേനി വേണം നമ്മുടെ കല്യാണത്തിന്. അവൻ വരുന്നത് വരെ കാക്കണം. എനിക്കറിയണം അവൻ ആരാണെന്ന്. ആരും ഇതുവരെ തേടി വരാത്ത അവൻ എന്താണെന്ന് എനിക്ക് തേടി കണ്ടുപിടിക്കണം. അവന്റെ ജീവിതം. പ്ലീസ് പ്രണവ്. ആഴ്ചയ്ക്കും ചേരേണ്ട തിരുമേനി. എന്റെ പെങ്ങളുടെ പിന്നാലെ ഇനി നീ നടന്നാൽ ഒന്നുകളെയും നിന്നെ, അവളെ ചങ്കിലെ നിലാവ്, അഭിമാനത്തിന്റെ നിലാവ് തൊട്ടശുദ്ധാക്കിയാൽ അത് വേണ്ടെന്ന് വയ്ക്കും. ശ്യാമകൃഷ്ണന്റെ ശാരികേ ഈ മകന്റെ 28ാമത്തെ വയസ്സിൽ അച്ഛനെ പോലീസ് പിടിക്കുമെന്ന് ജാതകം എഴുതിയ ആരെക്കേട്ട തിരുമേനിയെ സത്യം സത്യം സത്യം.
ഇപ്പൊ നന്നായേ. ഉമ്മരം കിടക്കണ കണ്ടോ നീ? ഒരു വീട്ടിലെത്തിയ അവിടുത്തെ ഉമ്മരം കിടക്കണ കണ്ടാൽ അറിയാം അകത്തെ പെണ്ണിന്റെ മനസ്സിന്റെ വൃത്തി എന്നാ കാരണവന്മാര് പറയുക. തൂക്കാതെ മാരാതെ ഇവിടെ എവിടാ ഈശ്വരിയെ? അയാളില്ല ഇവിടെ. തിരുമേനി എത്തിയോ? അന്തരത്തിൽ എങ്ങനെയുണ്ട് തിരുമേനി? അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവാം. ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു വർഷം മരിച്ചപ്പോ പൂർണ്ണമായിട്ട് അങ്ങട് അയാളുടെ ചേട്ടത്തിന്റെ മോള് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവരവിടെ കൊണ്ടാക്കിയിട്ട് വരിക. ഇവിടെ വന്നപ്പോ അറിയാതെ അയാളെ ഓർത്തുപോയി. ഇന്നത്തെ പത്രത്തിൽ പറയുന്നത് ഇങ്ങനെ കൊലപാതകം നടത്താൻ വേണ്ടി അയാൾ ദുബായിൽ വന്നതാണെന്ന്, മുൻ വൈരാഗ്യമാണെന്നോ കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് ചെയ്ത എന്തിനാ വൈകിട്ടുള്ളേ? വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യന്റെ സങ്കടങ്ങളെ പെരുക്കണേ. പത്രം വായിച്ചുകൊണ്ട് പറഞ്ഞു പോയതാ തിരുവേനി. അന്വേഷിച്ച് പോണ്ട തിരുവേനി, ഞാനും ഒപ്പം വരാം. പകുതി മരിച്ച ഒരു ജീവന് കാവലിരിക്കണോ? കൊലപാതകിയായ മകനെ തേടി പോണോ? പുറപ്പെട്ടു പോയിട്ട് 5 വർഷമായി. എന്റെ ജീവിതത്തിന്റെ ഗതികെട്ട നിമിഷങ്ങളിൽ നിന്ന് മോൻ ഓടിപ്പോയേ. ജീവിച്ചിരിക്കുന്നു എന്നൊരു കുറിപ്പ് പോലും അയച്ചില്ല. ഞങ്ങൾ മാതാപിതാക്കളെ ജീവനോടൊന്നും അന്വേഷിച്ചില്ല. ഇപ്പൊ വന്നത് ഞങ്ങളെ കാണാനല്ല, ഒരു കൊല നടത്താനാണത്രേ. ബ്രാഹ്മണൻ കെട്ടാ വല്ലാണ്ട് കെട്ടുപോകും. അശ്വത്ഥാമാവിനെ കേട്ടിട്ടില്ലേ? ലോകാവസാനം വരെ പുഴുത്ത് നരകിച്ച് ജീവിക്കാൻ ഭഗവാൻ ശപിച്ച ദ്രോണപുത്രൻ ഗർഭസ്ഥ ശിശുവിനെ വരെ കൊന്നു. ഒരു പക്ഷേ അശ്വത്ഥാമാവിന്റെ ശാപം പേറുന്ന ഏതെങ്കിലും പിൻജന്മം. ഞങ്ങൾ ചെയ്ത തെറ്റെന്താ മനസ്സിലാവണില്ലേ? എല്ലാത്തിനും വേണ്ടി പോലീസിന് ഇവിടെ തേടി വരുമോ? എല്ലാ നാട്ടുകാർ അങ്ങനെ പറയുന്നു. പ്രതിയെ കൊണ്ട് തെളിവെടുപ്പിനോ മറ്റോ ഇവിടെ വരുമോ? ജനിപ്പിച്ചതൊരു കുറ്റമാണെന്ന് പറഞ്ഞ് ശിക്ഷിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം ശിക്ഷിക്കേണ്ടതായ അമ്മയെ. ഇതൊക്കെ ദുരന്തം കണ്ടു അനുഭവിച്ചു. പാവം. കുടുംബം പറയുമ്പോ വാഴക്കോട, പാരമ്പര്യം പറയുമ്പോ കേരളത്തിലെ മഹാബ്രാഹ്മണ സമൂഹങ്ങളിൽ ഒന്ന്. 10,000 കെട്ട ബ്രഹ്മസും എന്നൊക്കെ പറയും പണ്ടുള്ളവര്. ഒക്കെ പോയില്ലേ? പതാ വിമാനത്താവളം വരാൻ പോണ ചെറുവള്ളി എസ്റ്റേറ്റ് ആരുടെ ഭൂമിയായിരുന്നു? ചെമ്പുപട്ടയമകത്ത് 10,000-ലുണ്ട്. ആണുങ്ങള് കയ്യൂക്കുള്ളവര് കൊണ്ടുപോയി. നാട് മാറി. പൈലിപ്പുള്ളയുടെ അപ്പൂപ്പൻ ചാണ്ടിപ്പുള്ള ഇവിടുത്തെ 10 സെന്റ് ഭൂമിയിൽ കൂര കുത്തി കിടന്നതാ. ഇപ്പോഴോ പൂന്താനം വെറുതെ പാടിയതല്ലടോ. മാളിക മുഖലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേൾക്കുന്നത്. കാശങ്ങനെ അതൊരു സൈക്കിള്. ഇന്നലെ എന്റെ കൈ, ഇന്ന് നിന്റെ കൈ, നാളെ മറ്റാരുടെ കൈ. ജീവിതത്തിൽ ഇനി ഒരു ബാധ്യത കൂടിയേ ഉള്ളൂ. അതൊന്ന് തീർന്ന് കിട്ടിയിരുന്നെങ്കിൽ. മനസ്സുണ്ടായിട്ടുണ്ടോ? കാണാൻ കേൾപ്പില്ലേ? ഒരു വശം മരിച്ചാൽ കിടപ്പും. ഉണ്ടാവാത്ത പറയാനാവാത്ത സങ്കടങ്ങൾ കണ്ണിലൂടെ ഒഴുകുക. ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ശാന്തി പണി ചെയ്തു? മനുഷ്യന് മാത്രമല്ലടോ, ദൈവങ്ങൾക്ക് നന്ദിയില്ല. ഉണ്ടെച്ചാ ആരോരുമില്ലാത്ത ഈ പാവങ്ങൾ ഇങ്ങനെ ഉമ്മയിലിട്ട് നീട്ടണോ? ബന്ധുക്കൾ ആരെങ്കിലും വന്നതായിരിക്കും ഇതിനു വേണ്ടി. ബന്ധുക്കളാരും വരില്ല. ഒരു കൊലക്കേസ് പ്രതിയുടെ വീട്ടിൽ തിരക്കി ചെന്ന് ആരാ കൊല്ലാപ്പേക്കുന്നത്? അന്തർജനത്തിന്റെ കാര്യം പറഞ്ഞ് അയാളെ സമയം നന്നല്ലെന്ന് പറയും. അല്ലാണ്ട് ഞാൻ ഇറങ്ങണം തിരുവേനി. എന്താ തിരുമേനി? അങ്ങനെയൊക്കെ വിളിക്കുന്ന നാട്ടുകാര് ബഹുമാനത്തോടെയും ചിലപ്പോ ആക്ഷേപിച്ച്. അങ്ങയുടെ മകനാണോ കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്ത തിരുമേനി? കുട്ടിയാരാ? എവിടുന്നാ? ഞാൻ മകന്റെ സുഹൃത്താ. എന്റെ മകന്റെ? എന്റെ വിഷ്ണുവിന്റെ? അങ്ങനെയാണോ അയാളുടെ പേര്?
ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് അയാളുടെ പേര് തിരുമേനിയെന്നാ. അങ്ങനെ ഓരോ സമയത്ത് ഓരോരോ തമാശകള്. പക്ഷേ ഞങ്ങൾ മാതാപിതാക്കളോട് കാണിച്ച തമാശ ക്ഷമിക്കാൻ പറ്റണതല്ല. വിഷ്ണുവിനെ തേടി ആരും വന്നില്ല. എന്തിനു തേടി വരണം? എങ്ങനെ തേടി വരണം? 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മറത്ത് എങ്ങോട്ടോ ഓടിപ്പോയതാ. അവൻ വരുന്നതും കാത്ത് ഒരു വയറ് ചോറ് കലമുടിയാതെ കാത്തു വയ്ക്കുമായിരുന്നു അവന്റെ അമ്മ എന്നും. കഴിഞ്ഞ ദിവസം അത്താഴത്തിന് ശേഷം വാർത്ത കേട്ടുകൊണ്ടിരുന്നതാ ഞാനും ഈശ്വരി. ഒരു കൊലപാതക വാർത്ത. എന്നും ഇതൊക്കെ ഉള്ളോ കേൾക്കാൻ എന്നവൾ പരിതപിച്ചു. പോലീസുകാർക്കിടയിൽ വീലം കാണിക്കാൻ ഞങ്ങളുടെ മകൻ അയ്യോ എന്ന് നിലവിളിച്ച് അവളൊന്ന് തേങ്ങി. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അവൾ. പോലീസുകാർക്കിടയിൽ നിൽക്കുന്ന മോനെ പിടിക്കണോ, നിലത്ത് വീണ് കിടക്കുന്ന അവന്റെ അമ്മയെ താങ്ങണോ എന്നറിയാതെ ഒരു നിമിഷം ഞാൻ പകച്ചുപോയി. പൊക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. പുത്രസ്നേഹം ചങ്കിൽ വിലക്കി ഒരു വശം മരിച്ചു. തേടി വരാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ആരുടെ സങ്കടത്തിന് മുന്നിൽ ഓടിയെത്ര ഞാൻ പറ. ഇരുന്ന ഒരു ചായ ഉണ്ടാക്കി തരാം. ജീവിതത്തിന്റെ ഇടതുവശം ശൂന്യമായി പോയി. എല്ലാം ഒറ്റയ്ക്ക്. ഇങ്ങനൊന്നും ആയിരുന്നില്ല മക്കളെ. ചെക്കനുള്ളപ്പോഴേ വീണു. നിന്റെ കള്ളത്തരത്തിന് ഞാൻ ഏത്തോടാ. അത് മനസ്സിൽ പറഞ്ഞാൽ ഞാൻ വരെ ചവിട്ടി അച്ഛനെ കൊണ്ടാണ്. നിന്റെ അച്ഛനെ അയ്യോ, എന്റെ അച്ഛനെ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഈ അച്ഛനെ കൊണ്ടിടാം. നിന്റെ കള്ളത്തരത്തിന് എന്റെ അച്ഛനെ കൊണ്ടാണ് മനസ്സിൽ പറഞ്ഞത്. കഴിഞ്ഞ കാര്യം ഞാൻ തോറ്റപ്പോ 101 അച്ഛനെ കൊണ്ട് ഞാൻ അത് നിനക്ക് ബുദ്ധിയില്ലാത്തത്. എന്റെ അമ്മയാണ്. നിങ്ങൾ അച്ഛൻ്റെ കൂടെ ഒരു കളി ഞാൻ കളിക്കുകയല്ല. കക്ക് കളിച്ച കള്ളക്കളി, പകട കളിച്ച കള്ളക്കളി. ആണെന്ന് പറഞ്ഞ നടന്നിട്ട് കാര്യമുള്ളൂ. കുടുംബത്തെ ഇരിക്കണം. എന്നെ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞു, കുടുംബത്തെ പറഞ്ഞാലുണ്ടല്ലോ. ഒന്നുകൂടി പറഞ്ഞ സ്വഭാവം മാറ്റത് മുന്നേ പിടിച്ച് കളിക്കില്ലടാ. നേത്തോടാ ഇട്ടിട്ടില്ലടാ. അമ്മച്ചാൻ ഇട്ടിട്ടില്ലടാ. അച്ഛനും മോനും കൂടെ ഉമ്മർത്ത് കിടന്ന് കുടുകുടു കളിക്കുക. നാളെ മനുഷ്യൻ നിങ്ങൾക്ക് മുതുകാണ പോലെ വളർന്ന് ഈ ചെക്കൻ്റെ കൂടെ പോസ്റ്റ് കാണിക്കാന്. നിങ്ങൾ ഇങ്ങനെയുള്ള അന്ധക്കരണം കാണിക്കരുത്. ലോകത്തെ ഏതെങ്കിലും പെണ്ണുങ്ങൾ നിങ്ങൾക്ക് കൈ കൊടുക്കുക. ഞാൻ കളിച്ചേക്കോ കള്ളക്കെടുക്കാം. കള്ള നിന്റെ അച്ഛൻ അതെന്നെ പറഞ്ഞു. ഞാൻ കള്ളക്കളി എടുക്കുമോ ഓർക്കണം. 100 നേരത്തോടെ മനുഷ്യ ഇവന്റെ കൂടെ കളിക്കാന്. ഞാൻ എന്റെ മോന്റെ കൂടെ അല്ലാണ്ട് അങ്ങനെ പിള്ളേരുടെ കൂടെ കളിക്കണോടി. കുഞ്ഞു കളിക്കൊക്കെ ഒരു പ്രായമില്ലേ? മക്കളൊന്നും അച്ഛന്റെ മുന്നിൽ കുഞ്ഞാണല്ലടാ. ചുമ്മാതാണോ? കഴിഞ്ഞ ഓണത്തിന് അവൻ ഊഞ്ഞാലെന്ന് തല്ലിയിട്ട് നിങ്ങളെ കട്ടുപൊട്ടിച്ചത്. അതിനുശേഷം നിങ്ങൾക്ക് മൊത്തത്തിലൊരു നീർക്കോളില്ലേ? അല്ലെങ്കിൽ പണിയെടുക്കാൻ നടക്കുന്ന അമ്മമാർക്കൊക്കെ ഒരു കഥ പിടിച്ച് നിൽക്കാം. അല്ല എന്നെ പോലെ പൗരുഷമുള്ളവരായിരിക്കും. ഒരു പണി ചെയ്യുന്നില്ലല്ലോ. നാട്ടുകാരെ പറ്റിക്കുക. അമ്മക്ക് പിടിക്കുന്നില്ല. ഒരു കാര്യം കൊടുത്ത് അവനെ അവൻ പിടിച്ച് നന്നാവും. ഞാൻ നന്നായി ഇതല്ലേ വാഴക്കോട്ടവനാ? അതെ. ആരായി വിഷ്ണു നമ്പൂതിരി? എന്റെ മോനെ ആരാ മനസ്സിലായില്ല? പോലീസ് സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് പ്രശ്നം. ഈ അനന്തര വിഷ്ണു നമ്പൂതിരി അയാളൊരു പാസ്പോർട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ വെരിഫിക്കേഷൻ വന്നോ? ഞാനാ സാറേ അനന്തര വിഷ്ണു നമ്പൂതിരി. മകനാണ്. കർക്കിടകത്തിലെ കർത്തവാവിൽ ഉണ്ടായതാ സാർ.
എന്നാൽ ഇതൊരുമാതിരി കടന്ന കൈയായിരുന്നു. നല്ല കുടുംബത്തിൽ നായ ജനിക്കുന്നു കേട്ടിട്ട്. നായ നമ്പൂതിരിയായിട്ട് ജനിച്ചത് കൂട്ടിയാൽ മതി. അച്ഛന്റെ കാര്യമല്ല പറഞ്ഞ കാര്യം. വിഷ്ണു നമ്പൂതിരിയുടെ പേരിൽ കേസ് വന്നതുകൊണ്ടോ വല്ല പോലീസ് കേസോ പറ്റോ? സാറേ നിന്നാളെ ഹെൽമെറ്റ് എടുക്കാതെ ബൈക്ക് ഓടിച്ചോ പോലീസ് പിടിച്ചത്. എന്നിട്ട് കേസ് എടുത്തോ? ഇല്ല ഗുണദോഷിച്ചു. എന്ത് ഗുണദോഷം? അത് SI ഗുണദോഷിച്ചേ. ഞങ്ങൾ സോഷ്യലാ സാറേ. പക്ഷെ ഇത് ബയോളജിയാണ്, ശരീരശാസ്ത്രം. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ശരിയാണല്ലോ. അച്ഛന്റെ പേര്, വീട്ടുപേര്, പാസ്പോർട്ട് ഒക്കെ എടുത്തിട്ട് എങ്ങോട്ടാ? ദുബൈക്ക് പോലെ സാറേ. അവിടെ ശാന്തിപ്പടിയാണോ? അല്ല ഈന്തപ്പഴത്തിനകത്ത് ഗുരു നിറയ്ക്കാണ്. നിനക്ക് പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ വന്ന് കാണുമോ അതോ നിന്ന് കാണും? ഇന്ന് കണ്ടേക്കാം. പിന്നെ മണത്ത് നോക്കിയതാണ്. കടപ്പുറത്തിന്റെ ചന്ദ്രത്തിന്റെ ഒക്കെ മണം. ഈ ചെത്തുകാരുടെ കാശിന്റെ കള്ളമാണ്, മീൻകാരുടെ കാശിന് മീൻ മണം, കോട്ടിയുടെ കാശിന് ചന്ദ്രൻ മണം, കൈക്കൂലിക്കാരുടെ എന്താ മണത്താനും കാശ് കാശാ. എന്നാ പിന്നെ സാധനങ്ങൾ വരുമ്പോ അപ്പൊ നീ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞത് സത്യമാണോ? മോനെ, നിനക്ക് ഇവിടെ ശാന്തിപ്പണി ചെയ്ത് ജീവിച്ചൂടെ? എനിക്ക് ചേരുവ പാരമ്പര്യമായി കിട്ടിയത് പോരാത്തതിന് അതിന് വേണ്ട പൂർണ്ണ അറിവ് നിനക്കുണ്ട്. കരിവീട്ടി പോലിരിക്കും തന്നെ നമ്മുടെ ആളുകൾ കളിയാക്കുന്ന ചെക്കാറില്ലേ? ആനയുടെ മുമ്പേ വിളക്ക് പിടിച്ചു പോയല്ലേ ആനക്കാരൻ ആനയുടെ കാലത്ത് തീർത്ത് തോട്ടിയിട്ട് പിടിച്ചല്ലോ. മോനെ, അതൊക്കെ ആളുകൾ തമാശക്ക് ഓരോന്ന് പറയുന്നത്. അച്ഛൻ തേവരെ സേവിക്കുന്നവന് പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. അത് തരുന്ന ആത്മസംതൃപ്തി വലുതാണ്. എന്റെ മോനും ആ പാരമ്പര്യം തന്നെ പിന്തുടരണം എന്ന അച്ഛന്റെ ആഗ്രഹം അല്ല, തീരുമാനം. ഞങ്ങൾ ഇവിടെ തനിച്ച, നീ അല്ലാതെ വേറെ ആരാ ഞങ്ങൾക്കില്ല? അച്ഛൻ എപ്പോഴും പറയില്ലേ, ബ്രാഹ്മണ്യം ഒരു നിറത്തിന്റെ പേരല്ല, ഒരു കർമ്മത്തിന്റെ പേരാണെന്ന്. പഠിച്ചതൊക്കെ പഠിച്ചു, പാസ്പോർട്ട് വന്നോട്ടെ. ഈശ്വരൻ ചെയ്തതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അതെങ്ങനെ അനുസരിച്ചാ മതി. നീ ഇയാളെ കാണാൻ വന്നതാ. ഗൗരായിട്ട് എന്തെങ്കിലും പറയുമ്പോ ഗൗരായിട്ട് എടുക്കണം. നീ ഉടക്കാൻ വന്നത് ആണെങ്കിൽ നീലവനെ ഇന്നത്തെന്നും ഒരു ഒന്നാം തരം ഡോക്ടർ ഇന്നലെ പെണ്ണ് കാണാൻ വരണു. നീ അത് കൊടുക്കണം. എന്റെ ആങ്ങളെ വന്നിട്ടുണ്ട് മിത്രൻ. അവൻ ഇങ്ങനെ തീരുമാനിക്കും. അച്ഛൻ മാളികപ്പുറത്താണേ. ഒരു വർഷത്തെ കഴിഞ്ഞ് വരുന്നതിനനുസരിച്ച് ദിവസവും നിശ്ചയിക്കും. നിന്റെ അച്ഛനെ കൊന്നാലോ? അച്ഛനെ കൊന്ന ആങ്ങളെ ഇവിടെ പറയാം. മിത്രൻ ഒരു പേര് മിത്രനാണെങ്കിൽ എന്റെ ശത്രു. നീ തമാശ കൊള്ളാം. നീ ഇവിടെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞോ? ഇഷ്ടാണെന്ന് അതെ പറഞ്ഞിട്ടില്ല. പക്ഷെ നാട്ടുകാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അണ്ണൻ നമ്പൂതിരിയുടെ മോന്റെ ബൈക്കിന് പിന്നില് സുന്ദരിയായ ഒരു പെങ്കൊച്ചിനെ വെച്ചുകൊണ്ട് പോകണമെന്ന്. കാക്ക തേങ്ങാപ്പൂട് കൊത്തി പോണ പോലെ. ഇവൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല മക്കളെ. ആത്മവിശ്വാസം. മക്കളെ, നീ ഇവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നേരാണോ? അച്ഛാ, ഇവനെ നല്ല നടനാ. നല്ല നടൻ. ഇവൻ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ. അവിടെ മാത്രമല്ല, നന്നായി പാടും. നല്ല മനുഷ്യനാ. നല്ല മനുഷ്യൻ. അങ്ങയുടെ മകനാ. അത് മാത്രമേ കുഴപ്പമില്ല. അത്രയും പോരെ? മതി.
നന്നാവും, നന്നാവണം. ഞാനും മോന് കൃത്യസമയത്തിന് ഉണ്ടാകും. ബാക്കി ലിസ്റ്റ് തരാം. കോട്ടപ്പുറം വിളിച്ചാൽ മതി. കാർമിക സ്ഥാനത്ത് അനന്തൻ നമ്പൂതിരി മകൻ വേണ്ട. നെയ്വിളക്കിനടുത്ത് എന്തിനൊരു കരിവിളക്ക്? ലക്ഷണം പിശകൊണ്ട് ശനിയന് എന്താ ശരിയല്ലേ? അതുകൊണ്ട് മകൻ വേണ്ട. കാഴ്ചക്കും ചേരേണ്ട തിരുമേനി. നിറം ഒരു പ്രശ്നമാണ്. നെഞ്ചിന് കുറുകെ ഒരു കൂണുരുട്ടാൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല ആ കുറവ്. എനിക്കൊരു സ്വപ്നമുണ്ടെന്ന് മാറ്റിൽ ഉതിർക്കി. വെളുത്തവനും കറുത്തവനും ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരുന്ന് അന്നവും സ്നേഹവും പങ്കുവെക്കുന്നത് കിനാവ് കണ്ടവൻ. വെടിയേറ്റ് ചിതറിയ കിനാവിന്റെ പേരാണ് വർണ്ണവെറിയത്. എന്തായാലും സംഗതി എന്റെ ബുദ്ധിയിൽ തോന്നിയതൊക്കെ എനിക്കിതല്ലായിരുന്നു പണി. കല്യാണം മുടക്കില്ലേ? ഈ ഒരു സഹായം ചോദിച്ചു, ചെയ്തു. കാശ് തരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നു ഇവിടെ തന്നെ. പിന്നെ നിനക്ക് തലയ്ക്ക് പോലെ പ്രശ്നമുണ്ടോ? എന്തിനോട് ചേർച്ചയൊക്കെ ചത്തമുള്ളൊരു പെണ്ണ് എന്നെ പോലെ തന്നെ പെണ്ണ് നോക്കുന്നത് പുരുഷന്റെ സൗന്ദര്യം. നിന്റെ കണ്ണിൽ നോക്കിയപ്പോഴൊക്കെ ഞാൻ കണ്ടത് എന്നെ. വിഷ്ണു, നിന്റെ ഈ കോംപ്ലക്സ് വിട്. നിനക്ക് ബെസ്റ്റ് ആൻസർ കിട്ടിയ ആ കാഞ്ഞിരപ്പള്ളിക്കാരന്റെ അപ്പാപ്പന്റെ വേഷം നീ ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിൽ ചെയ്തില്ലേ? നിന്റെ പാട്ട്, ഫുട്ബോൾ കോർട്ടിൽ നീ എവിടെ, എന്തിനാണ് അതിന്റെ മാറ്റി നിർത്തേണ്ടത്? നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് പെണ്ണായിട്ടല്ല, ആത്മവിശ്വാസമായി. എന്താടാ ഇവിടെ? അത് പിന്നെ അച്ഛാ, എന്നെ വിവാഹം ആലോചിക്കാൻ വന്നവരോട് ഇവൻ പറഞ്ഞു ഞാൻ ചീത്തയാണെന്ന്. പുറത്തു പറയാൻ കൊള്ളുന്ന ആക്ഷേപങ്ങളും നീ പറഞ്ഞു. അവരില്ലെങ്കിലും അച്ഛനെയും ഒക്കെ വിളിച്ച് അവിടെ ഒരുപാട് അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കണം. എടാ, കല്യാണം മുടങ്ങാൻ പോയപ്പോ നീ എന്നോട് ഒരു വാക്ക് ചോദിച്ചായിരുന്നു. മക്കൾ വിഷമിക്കേണ്ട രീതി നിങ്ങളുടെ ജാതകം പൊരുത്തം ഞാൻ നോക്കി. ഉത്തമം. കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഞങ്ങൾ വന്ന് പെണ്ണ് ചോദിക്കില്ല. ഒട്ടും മോശമല്ല ഞങ്ങളുടെ കുടുംബവും. ഇവന് നിന്നെ പോലൊരു പെണ്ണിനെ വേണ്ട. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു.
കല്യാണം മുടക്കാൻ ഇവൻ പണം വല്ലതും ചോദിച്ചാല് എടാ നാണം കെട്ടവന് അതങ്ങനെ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തേ കിടക്കൂ. അത്രയ്ക്ക് മെത്തേ കാശ് ഒരുപോലെ എനിക്ക് പണിയെടുത്താൽ കാശ് കിട്ടണം. നീ അനുഭവിച്ചോ മക്കളെ, നിന്ന് കറങ്ങാതെ വന്നേക്കണം. പുള്ളിക്കാരൻ ഇപ്പൊ പീലാത്തോസിൽ പഠിച്ചോണ്ടിരിക്കുക. അതാ കൈ കഴിയും മുങ്ങിയത്. നീ കാശ് കാശ് നിന്റെ അപ്പന്റെ പൂത്ത കാശിന് കാശ് എടുക്കേ മനസ്സില്ല. ഈ ന്യായമൊക്കെ പറയുമ്പോഴും നിനക്കെന്നെ ഭയങ്കര ഇഷ്ടം. അതല്ലേ നീ കല്യാണം പഠിക്കരുത്. കാശ് ചോദിക്കുന്നത് ഞാട പറയുന്നതൊക്കെ ഇല്ലേ ഒരു നമ്പരാ. കനിവിന്റെ കാലഘട്ടം കൈവിട്ടിയാണ്. ചായുന്നാലേ പിരിയ മനസ്സിൽ ഉറക്കം പറയാത്ത ഈ ഭാവമുണ്ടല്ലോ, അതാണ്. ശ്യാമകൃഷ്ണന്റെ ശാരികേ, നിന്നെ ഞാനൊരു പൊന്മുളം കണ്ടുപോൽ മൂളിയുണർത്തട്ടെ. ശ്യാമകൃഷ്ണന്റെ ശാരികേ, നിന്നെ ഞാനൊരു പൊന്മുളം കണ്ടുപോൽ മൂളിയുണർത്തട്ടെ. മൂപ്പർക്ക് ലേശം ജോത്സ്യത്തിന്റെ അസ്കതയുണ്ട്. നിർബന്ധിച്ചിട്ടാ വന്നത് തന്നെ. വീട്ടിൽ പ്രശ്നം നോക്കാൻ ആള് കുറുവാണത്ര. അങ്ങനെ തിരക്ക് കൂട്ടിയപ്പോ അളിയനും പറഞ്ഞു ഒപ്പം പോകും. അവിടെ ആരൊക്കെ ഇല്ലായിരുന്നു?
മാലിനിയുടെ വീട്ടിൽ ബ്രഹ്മദത്തന്റെ അനുജൻ ഗോവിന്ദൻ, പിന്നെ അമ്മ മിത്രനില്ലായിരുന്നു. നമ്മളെ അറിയിക്കാതെ ചെന്നല്ലേ, അറിയിച്ചിട്ട് ചെന്നാലും ബ്രഹ്മദത്തൻ ഉണ്ടാവാൻ വഴിയില്ല. അയാൾ ഒരു മണ്ഡലകാലം മുഴുവൻ മാളികപ്പുറത്തല്ലേ. ആണുങ്ങൾ വരുമ്പോ സംസാരിക്കാന്ന് പറഞ്ഞു. കുട്ടികൾക്ക് പരസ്പരം അങ്ങനെ ഒരു ഇഷ്ടമില്ല വെച്ചാലും നമുക്ക് ആരെയും കൊണ്ട് അമാന്തം വേണ്ട. സ്ഥാനം കൊണ്ടും മാനം കൊണ്ടും പുതുമനേക്കാൾ ഒട്ടും കീഴിലല്ല വാളക്കൂട്ടുകാര്. കുട്ടി എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു. ഈ മണ്ടത്തെ ബിരുദത്തിന് ശേഷം എന്തോ ഒരു കൂട്ടം കൂടി പഠിച്ചു എന്ന് പറഞ്ഞു. എന്താണ് അത്? ആ സമയത്ത് അത് വായിൽ വന്നില്ല. പേർഷ്യൻ കൂടുന്ന മോഹം അയാൾക്കെന്ന് പറഞ്ഞു. ദോഷം പറയരുത്, അന്തർജനങ്ങളുടെ നല്ല സ്വഭാവം. കാവർത്ത് കൊണ്ടുവച്ചു, പിന്നെ രാവിലെ ഉണ്ടാക്കി അതേടെ ബാക്കി. അച്ഛനപ്പോ തിന്നാൻ പോയതാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആണുങ്ങൾ വരുമ്പോ സംസാരിക്കാന്ന് പറഞ്ഞു. പഴയ ആൾക്കാരല്ല, വാളക്കൂട്ടുകാരൻ ഒട്ടും മോശമല്ല. മാലിനിയുടെ അച്ഛനും എന്നെ പോലെ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു. മാലിക പുറത്തുനിന്ന് നടക്കു വേണ്ടി കിട്ടി. അതൊരു ഭാഗ്യം, ഈശ്വരാധീനം എന്ന് കരുതി എന്റെ മോനെ അവിടെ ചെന്ന് കയറാനുള്ള സർവ്വയോഗ്യതയാണ്. ഞാൻ പറഞ്ഞില്ലേ അവർ വരാണ്ടിരിക്കില്ല. വേണ്ട, ഒന്ന് മുറുക്കാം. ശീലമില്ല, പക്ഷെ കണ്ടപ്പോൾ ആയിക്കോട്ടെ. ഞങ്ങള് പുതുമന വന്നായിരുന്നു. അറിഞ്ഞു. കുട്ടികൾക്ക് പരസ്പരം ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഈ അടുത്ത അറിയാം. അടയ്ക്ക വവ്വാല് ചെപ്പിയതാണ് അല്ലേ? വിഷ്ണുവിനെ അറിയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പുതുമന വന്ന് പെണ്ണ് ചോദിക്കാൻ. അതും ഇവന് വേണ്ടി. ആരെയും സൗകര്യം മൂലം നിങ്ങൾക്കത് മറക്കാം. നാട്ടുകാർ മറക്കോ? ഒരു പാതിരാത്രി പടിപ്പുരയിൽ നിന്നും ഒരു കുഞ്ഞിന്റെ നിലവിളി, കറുത്ത കർക്കിടക മഴവെപ്പുന്ന ഒരു കുടുംബം. അനന്തൻ നമ്പൂതിരിയും അന്തർജനവും പടിപ്പുരയിൽ ചെന്ന് നോക്കിയപ്പോ നാട്ടിലയിൽ കിടന്ന് നിലവിളിക്കുന്ന കരുമാടിക്കുട്ടന്റെ തിളങ്ങുന്ന കണ്ണുകൾ. അന്തപ്പെട്ടു നിന്ന നമ്പൂതിരിയോട് അന്തർജനം പെൺബുദ്ധി കൊണ്ടൊരു പായ്വാക്കു ചലിച്ചു. മക്കളില്ലാത്ത നമ്മൾക്ക് ദൈവം തന്ന സമ്മാനമെന്ന്. നിങ്ങളതിന് നേരിട്ട് പോയിട്ടെടുത്തു. നിങ്ങൾക്കൊരു മകനായിരിക്കും വിഷ്ണു. ഞങ്ങൾക്കോ ഇങ്ങനെ ഒരുത്തരെ പെണ്ണ് ചോദിച്ചു പുതുമലയിലേക്ക് വരാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? എന്നോട് പറഞ്ഞവളുടെ പിന്നാലെ നടന്നു. അവൾക്ക് വന്ന വിവാഹം മുടക്കി. അനന്തൻ നമ്പൂതിരി ആഗ്രഹങ്ങളാവാം, അത്യാഗ്രഹം അപകടം. പുതുമനയിലത്തെ പെണ്ണിനെ ഇവനെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇല്ലത്തൊരു തീ കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും അഗ്നിയിൽ പ്രവേശിക്കുന്നതാണ്. ഇല്ലത്താടൊരുത്തൻ ജീവിച്ചിരുന്നാൽ ഇവന് പെണ്ണ് കൊടുക്കും. ഇല്ല, സംഭവിച്ചില്ല. മകന് പെണ്ണ് ചോദിച്ചു വന്നിരിക്കുന്നു. നാണമില്ലണോ തനിക്ക്? എന്റെ പെങ്ങളുടെ പിന്നാലെ ഇന്ന് നീ നടന്നാൽ കൊന്നുകളയും. നിന്നെയില്ല, അവളെ. ചങ്കിലെ കിനാവ, അഭിമാനത്തിന്റെ നിലാവ തൊട്ട അശുദ്ധാക്കിയാൽ അത് വേണ്ടെന്ന് വയ്ക്കും. തിരിച്ചറിവായ കാലത്തൊക്കെ കേൾക്കുന്നതാണ് ഞാൻ ഇപ്പോഴാണ്. ഉപേക്ഷിച്ചവർക്കില്ലാത്ത ദണ്ഡം നിങ്ങൾക്ക് എന്തായിരുന്നു? തെക്കോട്ടറിയാൻ പാടില്ലായിരുന്നോ? അവിടെ നേരില്ലേ ദൈവം തന്നതാണോ? ദൈവം തൊഴാത്ത അമ്പലങ്ങളില്ല, നേരാത്ത നേർച്ചകളില്ല. മുട്ടിപ്പായി ഞാൻ നിലവിളിക്ക് തമ്പുരാൻ തന്ന പ്രതിഫലം വിശ്വസിച്ചു. നോക്കിയില്ല, ജീവനെ നോക്കിയുള്ളൂ. ഞാൻ നൊന്തു പറ്റതല്ലടാ നിന്നെ. ഞാൻ നേർന്നു പറ്റ മോനാടാ നീ. എനിക്ക്
എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നെ? എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജാതി തന്നെ? ജീവിതത്തിന്റെ വഴിയോരത്ത് മുഴുവൻ ആക്ഷേപിക്കപ്പെട്ടവരാ ഞാൻ. വേദമന്ത്രങ്ങൾ പഠിക്കാൻ എത്തിയപ്പോ ഓദിക്കൽ കൂട്ടത്തിൽ നിന്ന് മാറ്റിയിരുത്തി എന്നെ ഉപനയനത്തിൽ നിർത്തിയപ്പോ അനന്തത്തമ്പൂതിരി ഇത് വേണമെന്ന് ചോദിച്ചു. ആചാര്യന്മാർ അച്ഛനോട് ബന്ധമായിരുന്നു. വിഷ്ണു നമ്പൂതിരി എന്ന് ഹാജരെ വിളിക്കുമ്പോ കുട്ടികൾ പരിഹസിച്ച് ചിരിച്ചു. നിങ്ങൾ എന്നിൽ അടിച്ചേൽപ്പിച്ച ബ്രാഹ്മണ്യം ഉണ്ടല്ലോ, അത് ഇന്നൊരു ശാപമാണ്. ശാപം. അബ്രാഹ്മണൻ പൂജ നടത്തിയാൽ ഈശ്വരൻ സ്വീകരിക്കില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾ ഏറെയുണ്ട് ഇന്നും ഈ നാട്ടിൽ. അവർക്കിടയിൽ എന്തിനാച്ച പിറവി കൊണ്ടേ കറുത്തുപോയവനെ ബ്രാഹ്മണനാക്കി വരേണ്ടിനെ കത്തിരിച്ചത്. നേർന്നു പറ്റ ഈ മകന് പൊക്കിൾ കൊടിക്ക് അവകാശമുണ്ടോ? നാക്കിലയിൽ കിടന്ന് എച്ചില്ലേ ഇലച്ചീത്തിലെ പ്രസാദം പോലെ സ്വീകരിച്ചു. ഉള്ളിലുറങ്ങുന്ന അപകടബോധം കൊണ്ട ഈ നിമിഷം വരെ എന്റെ അച്ഛനെ ഞാൻ കെട്ടിപ്പുണർന്ന് കിടന്നാണ്. ഇത് അങ്ങയുടെ ചോരയല്ല, അങ്ങയുടെ വിയർപ്പും കരുണയും കൊണ്ട് ചോരയാണ്. ഞാൻ നിങ്ങളുടെ മകനാണ്, ബ്രാഹ്മണൻ. നെഞ്ചിൽ വിലങ്ങായിട്ടിരിക്കുന്ന ഈ ചരടുണ്ടല്ലോ, നമ്മുടെ സമൂഹം അംഗീകരിക്കാത്തൊരു വിലങ്ങ. ബ്രാഹ്മണ്യത്തിന്റെ ഈ അലങ്കാരം ഞാൻ അങ്ങയുടെ കാൽക്കൽ ഉപേക്ഷിക്കുകയാണ്. മനുഷ്യൻ, കറുത്ത മനുഷ്യൻ, കറുത്ത ലോകമേ കനവിലിപ്പോഴും വർണ്ണവെറിയുടെ വിഴുപ്പലക്കയോ വെളുത്ത മനസ്സിനെ അകറ്റി നിർത്തിയാൽ പുതിയ കാലം ദുഷിക്കയില്ലയോ? നിങ്ങൾ ഇങ്ങനെ അമ്പലത്തിൽ പോലും പോകാതെ ഇവരെ കാവലിരിക്കേണ്ട കാര്യമില്ല. ഭൂമിയിൽ ആ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. അവളാ ഇവന്റെ പിന്നാലെ നടന്നത്, അല്ലാതെ ഇവൻ അവിടെ പിന്നാലെ നടന്നല്ല. അവർക്ക് ഇഷ്ടമില്ല വേണ്ടാന്ന്. രാത്രിയിൽ ഇവൻ പെട്ടിവാക്കിയിരുന്നു. എന്നോട് വന്ന് യാത്ര ചോദിച്ചു. അവനെ അറിയാത്ത ഏതെങ്കിലും ദേശത്ത് പോയി ജീവിച്ചോളാം. ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ സമാധാനം കിട്ടുവാടാ. സ്വന്തമെന്ന് കരുതുന്ന വീട്ടിൽ അന്യനാകുന്നവന്റെ ദുഃഖം അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാക്കും. ഞങ്ങൾ പറഞ്ഞു, എന്റെ മോൻ എന്റെ പാരമ്പര്യം പിന്തുടരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. നിനക്ക് ഇഷ്ടം വെച്ചാ വേണ്ട എന്ന് കരുതി നിനക്ക് എത്ര കാലം പ്രശ്നങ്ങളിൽ ഓടി വിളിക്കാൻ പറ്റും? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെന്നുണ്ടെങ്കിൽ പോയി വിളിച്ചിറങ്ങി കൊണ്ടുപോടാ അവളെ. ഏത് എതിർപ്പിനെ നേരിട്ട് അച്ഛനുണ്ടാവും. അപ്പോ അച്ഛനും അമ്മ എന്നൊക്കെ പറയുന്നത് നിങ്ങളെ സമൂഹം ചാർത്തി തരുന്ന ഔദാര്യം മാത്രമാകുമോ? അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം പോലെ അച്ഛൻ്റെ അമ്മയുടെ ഏതെങ്കിലും ബന്ധുക്കൾ നമ്മുടെ ഈ വീട്ടിൽ വരാറുണ്ടോ? കാര്യമില്ല. ഞാനെന്ന യാത്രികരാണ്. പല സ്ഥലത്തും കല്യാണത്തിനും മറ്റു ചടങ്ങുകൾക്കൊക്കെ എന്നെ കൊണ്ടുപോകുമ്പോ ഈ ശരിയേ എന്തിനാ യാത്രികത്തെ ചുമന്നുകൊണ്ട് വന്നത് ചോദ്യം തിരിച്ചറിവായ കാലം കൊണ്ട് ഞാൻ കേൾക്കുന്നതാണ്. മുത്തശ്ശന്റെ മുണ്ടിൽ തുമ്പിൽ പിടിച്ചെന്ന് എഴുതേക്കാൻ ശ്രമിച്ചു. 1.5 വയസ്സുള്ളപ്പോ തട്ടി ഇറങ്ങു. ഇഴഞ്ഞ നിളയച്ചന്റെ ചോറിൽ കൈയിട്ടപ്പോ തന്നെ തീർത്തടിച്ചു. ആ ചോറ് വലിച്ചറിഞ്ഞു. ഇതൊക്കെ മറ്റുള്ളവർ പറഞ്ഞ കഥകളാ. കുടുംബത്തിലുള്ള മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ എനിക്ക് അവകാശമില്ല. ഈ ജന്തുവിനൊക്കെ കളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ്
അപകടങ്ങളുടെ 1000 കഥകളുണ്ട് എനിക്ക് പറയാം. ഇത് മാത്രമല്ല, ഞങ്ങൾ ഇതൊക്കെ സ്ഥലത്തവരാ. അപ്പോഴൊക്കെ ഒറ്റ ആശ്വാസം, അമ്മയെ വിളിക്കാൻ ഒരുത്തരുണ്ടല്ലോ എന്നായിരുന്നു. ബന്ധുക്കളെ സ്വന്തക്കാരെ ഒക്കെ ഉപേക്ഷിച്ചു നിനക്ക് വേണ്ടി. ഇത്തച്ചപ്പടെ പോടാ, എല്ലാം നീ നിമിത്തമുണ്ടായ ശാപമാണെന്ന് പറഞ്ഞപ്പോ നീ ഒരു ഭാഗ്യാണെന്ന് വിശ്വസിച്ചവരാ ഞങ്ങള്. ഉപവീതം പൊട്ടിച്ചു കിടന്നതുപോലെ മാതാപിതാക്കളെ പൊട്ടിച്ചു കളയാൻ പറ്റിയേച്ച പൊട്ടിച്ചെറിഞ്ഞു പോടാ. ഈശ്വരിയെ മകനെ മാത്രമല്ല, പൂറ്റിയ മകനെ ശാസിക്കാൻ അമ്മയ്ക്ക് അവകാശമുണ്ട്, കലഹിക്കാൻ അവകാശമുണ്ട്. അമ്പലത്തിൽ പോലും പോകാതെ മോന് കാവലിരിക്കുന്നു. എന്തിനാ? ആണെന്താണോ അമ്പലത്തിൽ വരാത്തത്? അല്ല അത് പിന്നെ ചതിച്ചോടോ താൻ ഞങ്ങളെ? എന്താ കൂട്ടപ്പുറമേ? തിരുവാഭരണം എടുത്തപ്പോ തങ്കത്തിൽ പറഞ്ഞൊരു പതക്കം കാണാനില്ല. അങ്ങനെ ഭഗവാനെ തിരുവാഭരണങ്ങൾ ചാർത്തി പൂജിച്ച താന ദേവസ്വം ബോർഡിനെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു, മാധ്യമങ്ങൾ അറിഞ്ഞു. പോലീസ് ക്ഷേത്രത്തിലെത്തി ജീവനക്കാരുടെ മൊഴിയെടുക്കുക. അനന്തൻ നമ്പൂതിരിയെ, കയ്യബദ്ധം വല്ലതും പിഴഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു തന്നേക്കും. പറയുന്നോടോ ഭഗവാന്റെ പതക്കല്ല ഉത്തരവാദിത്തമായിട്ട് തിരിച്ചേൽപ്പിക്കൽ ആരാ? സമയ സാഹചര്യം മോശമാണെന്താ? പതക്കം കാണാത്തതിന്റെ പിറ്റന്ന് മേൽശാന്തി ക്ഷേത്രത്തിൽ വരാതിരിക്കുക. വലിയ തിരക്കായിരുന്നു ഇന്നലെ. ഭഗവാൻ സർവാഭരണ വിമോചനായിരിക്കല്ലേ. ആ പാദങ്ങളിൽ അർപ്പിക്കുന്ന ഒരുപാട് അർത്ഥനകൾ, അർച്ചനകൾ, പൂമാലകൾ അഴിച്ചു മാറ്റി ആഭരണവും മറ്റും ഊരി വച്ചു. കിരീടവും മറ്റും തിരുവാഭരണ പെട്ടിയിലാക്കി വെക്കാൻ കീഴ്ശാന്തിയോട് പറഞ്ഞു. അയാൾ അങ്ങനെ ചെയ്യില്ല. പിന്നെ ആര്? എവിടെ? രാഹുലിനെ ലോക്കൽ വെക്കാൻ എടുത്തപ്പോ കണക്ക് നോക്കിയതാ, പതക്കം കാണാനില്ല. ഭഗവാനെ സേവിക്കുന്ന താനത് ചെയ്യുമോ? ചെയ്യില്ല എന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. പോലീസ് തേടി വരും, അറസ്റ്റ് ചെയ്യും. മോഷണ കുറ്റത്തിന് അനന്തൻ നമ്പൂതിരി. ക്ഷേത്രത്തിലേക്ക് പോവാ. തിരുനടയെ വെച്ച് എന്തെങ്കിലും സംഭവിച്ച ഈശ്വരൻ കാത്താൻ വരാം. പോലീസ് ഇങ്ങോട്ട് വരണോ? അറിയണ്ടോ? ഈശ്വരനുണ്ട്. ഈശ്വരൻ ഈ മകന്റെ 28ാമത്തെ വയസ്സിൽ അച്ഛനെ പോലീസ് വിളിക്കുമെന്ന് ജാതകം എഴുതിയ ആരെങ്കിലും തിരുവേദിയെ സത്യം സത്യം സത്യം. അയ്യോ, മനസ്സിൽ സങ്കടങ്ങൾ തിങ്ങിയപ്പോ പാവം ആ അമ്മ പറഞ്ഞു പോയി. അങ്ങനെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇല്ലത്തു നിന്ന് ഒരു ശാപം ഒഴിഞ്ഞു പോകുന്നു, ക്ഷമിക്കണം എന്നൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് അവൻ ആ രാത്രിയിൽ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിച്ചു. ഭഗവാന്റെ പതക്കം കാണാതായതും മേൽശാന്തിയെ മോഷണക്കുറ്റത്തിൽ അറസ്റ്റ് ചെയ്തതും മാധ്യമങ്ങൾ ആഘോഷിച്ചു. പിറ്റേന്ന് വിലങ്ങണിയിച്ച എന്നെ തെളിവെടുപ്പിനായി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു. ദേവന്റെ സ്വർണ്ണപ്പതക്കം കളിച്ചു കളിച്ച ദേവനോടാണ് കളി. നിത്യവും പൂജിക്കുന്ന ദേവന്റെ പതക്കം കൊടുക്കുന്നത് കൈയോടെ പിടിച്ചില്ല അവിടെ. നടക്കണം.
അയാൾ മോഷണ കേസിൽ പ്രതിയാണ്. ഇങ്ങനെ പറയും ഭഗവാന്റെ കാണാതായ പതക്കവാ എന്റെ കയ്യിലുള്ളത്. ഭഗവാൻ തന്നതാണ്. മോന്റെ പേരിൽ ഒരു അർത്ഥം ഘടിപ്പിക്കാനുണ്ടായിരുന്നു. സുഖമില്ലാണ്ട് കിടക്കുക, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അല്ലിന് പോലും കാറ്റില്ല. തിരുമേനിയോട് തങ്കടം പറഞ്ഞു, ഭഗവാന്റെ കാൽക്കൽ വെച്ച് പൂജിക്കണമെന്ന് അപേക്ഷിച്ചു. ഒരുപാട് പേരുകൾ വിളിച്ചു, അവർക്കൊക്കെ പ്രസാദം കൊടുത്തു. കൂട്ടത്തിൽ എന്റെ മകന്റെ പേരിൽ നാൾ വിളിച്ചു. ഇലച്ചേതിൽ പ്രസാദം തന്നു. മാറി നിന്ന് പൂക്കൾ നിറഞ്ഞു മാറ്റി നോക്കിയപ്പോ ഭഗവാന്റെ പതക്കം. എന്റെ സങ്കടങ്ങൾ കണ്ട് ഭഗവാൻ എനിക്ക് തന്നതായിരിക്കുമെന്ന് ഒരു നിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു. ഈശ്വരന്റെ തിരുവുടലിൽ നിന്നും അടർന്ന് എന്റെ ഇലച്ചേതിൽ വീണ പതക്കം വീട്ടിൽ പൊട്ടിയെന്ന് വെച്ചു. വാർത്തകളിൽ തിരുമേനി കണ്ണനായി. പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടയ്ക്കുമ്പോ ഭഗവാൻ എന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുക. ഒപ്പം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഈ തിരുമേനി. പതക്കത്തിന്റെ മുന്നിൽ ഒരു നിലവിളക്ക് കൊളുത്തു വെച്ച് നേരം വെളുപ്പിച്ചു. ഇന്ന് തിരുമേനി എവിടെ കൊണ്ടുവരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നതാ. ഇത് വാങ്ങണം. മനുഷ്യ ജീവിതം അങ്ങനെ പറഞ്ഞ് ഒരുപാട് പ്രതിസന്ധികൾക്ക് മുന്നിൽ കൊണ്ടു നിർത്തി ദൈവം നമ്മെ പരീക്ഷിക്കും. ജീവിതം എന്ന കടമ ചാടിക്കിടക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ സ്വാഭാവികമായി അതൊന്ന് ജീവിച്ചു തീർക്കണം. അയാൾ ഒളിച്ചോടി. അയാളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ശരിയായിരിക്കാം. ജീവിതത്തിൽ വേണ്ടപ്പെട്ടവർ മുഴുവൻ ശപിക്കപ്പെട്ടവരെന്ന് വിളിച്ചപ്പോഴും അയാൾ ക്ഷമിച്ചു. പക്ഷെ അമ്മ അങ്ങനെ വിളിച്ചപ്പോ അയാൾ ഓടിക്കളഞ്ഞു. അവര് പെണ്ണല്ലേ, പാവല്ലേ, തമാശയ്ക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ലാത്തവനെ മോഷണ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതായപ്പോ വിധിയെ പഠിച്ചു പോകും. ലോകം ഒരുപാട് മാറി എന്നൊക്കെ പറയുമ്പോഴും മനുഷ്യന്റെ മനസ്സ് ഭടഞ്ചനായിക്കൊണ്ടിരിക്കുക. ജാതിയും കറുത്തവനും വെളുത്തവനും എന്നൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം വലുതാണ്. വ്യാസം മുക്കുവൻ, ശ്രീരാമചന്ദ്രന്റെ ഗുരു വസിഷ്ഠൻ, എന്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാലിച്ചക്കൻ. ദൈവത്തിന് പിന്നോക്കക്കാരനായി പിറക്കാം. പക്ഷേ അവനെ പൂജിക്കുന്നവൻ മുന്നോക്കക്കാരനായിരിക്കണം. ഞാൻ വെറുതെ വർത്തമാനം പറയുന്നുവല്ലേ? നെഞ്ചിലൊരൽപ്പം കളവം തൊട്ടാൽ അടുത്ത നിമിഷം അത് ഉണങ്ങി വരണ്ടു പോകും. സങ്കടങ്ങളോട് ഒരു നെരിപ്പോട് ചങ്കിനരിക. ജീവിതത്തെ ചിരിച്ചോണ്ട് നേരിട്ടവൻ ജീവിതം ഈ പടിക്കൽ വെച്ചിട്ട് ഓടിക്കളഞ്ഞു. അയാളുടെ ജീവിതം ഞങ്ങളാണ്. പക്ഷെ അയാൾക്കൊരിക്കലും ഒരു കൊലപാതകയാകാൻ പറ്റില്ല. അയാളെ കൊല്ലില്ല. ഞാൻ വളർത്തി എന്റെ മോനെ പറ്റുള്ള എന്റെ സാക്ഷ്യമാണ്. ഒളിവറ, നീ പരിചയപ്പെട്ടവൻ ഒരാൾ കൊല്ലും. അയാൾ കൊല്ലില്ല. അയാൾ കൊല്ലില്ല. വിഷ്ണുവിനത് പറ്റില്ല. മാലിനി ചന്ദ്രികേ രാധികേ. അവൾ ആരെ കാത്തിരിക്കുന്നു? പ്രതിഷേധിച്ചു നോക്കി, ആത്മഹത്യ ചെയ്യുന്നൊക്കെ ഭീഷണിപ്പെടുത്തി നോക്കി. അവസാനം മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചു. ജീവിതത്തിൽ ഒരിക്കലും അവനെ കാണരുത് എന്ന മോഹത്തോടെ. പക്ഷെ കണ്ടു കാണും ടിവിയിലെ വിലങ്ങൊക്കെ വച്ചേ. ഇറങ്ങട്ടെ അച്ഛാ.
ഓഫീസിൽ പോയിട്ട് ഒത്തിരി നാളായി, ഏതാണ്ട് 1.5 മാസത്തിലേറെ. അത്യാവശ്യം അർജന്റ് ചില ഫയലുകൾ ഇവിടെ കൊടുത്തു വിടുകയും നോക്കി മടക്കുകയും ചെയ്യാണ്. DRS എടുത്താലും ഒന്നും ആലോചിച്ചു. കളക്ടറും മറ്റ് സഹപ്രവർത്തകരും നിരുത്സാഹപ്പെടുത്തി. സർവീസിൽ 8 തവണ ഗുഡ് സർവീസ് എൻട്രി, അനുവദനീയ അവധികൾ പോലും എടുക്കാറില്ല. എന്നിട്ടിപ്പോ സഹപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം പ്രയാസങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? അച്ഛാ, തിരുമേനിക്ക് ഇന്ന് ജാമ്യം കിട്ടുമെന്നൊക്കെ പ്രണവ് വിളിച്ചു പറഞ്ഞത്. ജാമ്യം അനുവദിച്ചാൽ അയാളെയും കൂട്ടി അവർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അമ്മ എല്ലാവർക്കും ആഹാരം ഒരുക്കുന്നുണ്ട്. പ്രണവിന്റെ അച്ഛനെ കൂടി അറിയിക്കുക. അയാൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ വിവാഹത്തിന് സമ്മതിക്കാമെന്നല്ലേ നീ പറഞ്ഞത്? അയാൾ വരട്ടെ. മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്കാണ് കേസ് എടുത്തിരിക്കുന്നത്. ജാമ്യത്തിന് പ്രോസിക്യൂഷൻ എതിർക്കില്ല. 10-45 ദിവസം റിമാൻഡിൽ കിടന്നതല്ലേ, ഇന്ന് ജാമ്യം കിട്ടും. ഇനി അയാൾക്ക് ഗൾഫിൽ പോകാനുമൊക്കെ എങ്ങനെ പറ്റും? വിചാരണ നേരിടണ്ടേ? കോർട്ടല്ല, സാക്ഷികൾ മാത്രമേ ഉള്ളൂ. ശിക്ഷ കിട്ടാതിരിക്കാം, പക്ഷെ ഒത്തിരി കാലം കോടതി വരാതെ തിരങ്ങേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഒരു കേസിൽപ്പെട്ട പെട്ടവന്റെ ജീവിതം തീർന്നു വന്ന അവരാണെന്നാ? അതെ, അവർ തന്നെയാ. തിരുമേനിയുണ്ട്. എന്റെ ജീവിതത്തിൽ ജയിൽവാസം അനുഭവിച്ചിട്ടില്ല. അതിനോടൊക്കെ പരിഹരിക്കപ്പെട്ടു. കുടിക്കാൻ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ബാക്കിയൊക്കെ അറിഞ്ഞോടാ, മറ്റേ സ്പോച്ചാണോ വന്നത്? ഇവേ സത്യത്തിൽ ചെലവ് കേട്ടോ കേട്ടോ. കൊണ്ട് പറഞ്ഞു നോക്കാം. എന്റെ ജീവിതം എനിക്ക് ഒരു ഗുണമുണ്ടായിട്ട് മറ്റുള്ളവർക്ക് നല്ല ഗുണമുണ്ടായിരുന്നു. നന്നായിട്ട് വിശക്കും. എനിക്ക് എടുത്തോളൂ, അടിച്ചു കുളിക്കുന്നു. ഞാൻ കുടിക്കാനെന്തെങ്കിലും അമേരിക്കയിൽ പുറപ്പാത്ത വിശേഷം പറയും. എടാ, ജയിലിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ജയിലിൽ ഭയങ്കര കൊതുകാന്ന് പറയുന്നത് നേരാണ്. എന്റെ വർദ്ധന കേട്ടാ തോന്നുന്നു നാട്ടിലൊന്നും കൊതുകില്ല. ഈ ദിലീപിനെ കൊതുകുത്തിന്റെ പേപ്പറിൽ കണ്ടു. മൂർഖമ്പാവനെ കൊതുകുന്നൊക്കെ വാർത്തയാണ്. പുണ്യവാളന്മാരൊന്നും അല്ല അത് കിടക്കുന്നത്. തമ്മാടിത്തരം കാണിച്ചിട്ട് അത് കിടക്കുന്നവർക്ക് ഇത്രയും കൊതുകടി കൊള്ളണം. എന്നെ പോലെ അപൂർവ ചിലരെ ഒരു ഡെമ്മിൽ സ്ഥാനാർത്ഥി. മഹാത്മാഗാന്ധി പറഞ്ഞത് വെറുതെയാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ഇന്ത്യയുടെ ആത്മാവ് കിടക്കുന്ന മുഴുവൻ ജയിലുകൾ. ഏതൊക്കെ തരത്തിലുള്ള അണ്ണന്മാരാണ് അതിനകത്ത്. കൊലക്കേസ് പ്രതികളോട് പ്രത്യേക ബഹുമാനം, ഭയങ്കര മാന്യതയാണ്. ഈ കള്ളനോട്ട് അടിക്കുന്നതോട് ആരാധന, കാലിലൊക്കെ തൊട്ട് എഴുതുന്നു. കൊച്ചു പിള്ളേരെ പീഡിപ്പിച്ചു കൊടുത്തില്ല കൊണ്ടു. ആഴ്ചയിൽ മട്ടൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. നമ്മളൊക്കെ ഇത്തിരി മട്ടൻ കഴിക്കണമെന്നെങ്കിൽ കൊള്ളാവുന്ന ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ കല്യാണം. ആഴ്ചയിൽ മട്ടൻ കഴിക്കണമെങ്കിൽ ജയിലിക്കണം. അതിന് യോഗം വേണം. മനസ്സിലായേ? ഈ കല്യാണം മുടക്കിയത് വളരെ മോശമായി കേട്ടോ. ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ടത് വെറുതെ ആയിട്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താ ഇത്ര ഉത്തരവാദിത്വം? അതെ, ഹിമയുടെ പേര് പറയുമ്പോഴൊക്കെ ഇവന്റെ കണ്ണിൽ ഒരു പ്രണയം ഇങ്ങനെ അലിയുന്നു ഞാൻ കണ്ടത്. അത് ഞാൻ കാരണം തടസ്സപ്പെടേണ്ട കയറില്ലടാ. ഇത്രയും വലിയ മനസാക്ഷിയുള്ള താൻ അനുദന്ന കുതിരി അറിയൂ, ഈശ്വര്യാന്തരത്തിന് അറിയൂ. ഒരു പാത്രത്തിലുണ്ട് ഒരുമിച്ച് കിടന്നിറങ്ങി എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇവനെ പറ്റി എന്തറിയാം? ഇവൻ പറഞ്ഞതും വിശ്വസിപ്പിച്ചതും ഒക്കെ നുണയാ, കണ്ടുവെച്ച നുണ. തിരുമേനി, ഒബാമ കറുത്തവനായിരുന്നോ? പുല്ലുമേലെ പുള്ളിയിൽ ജനിച്ചവൻ. അയാളെ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആക്കിയത് അയാളുടെ നിശ്ചയദാർഢ്യവും സാംസ്കാരിക ബോധവുമാണ്. ഹാരിവരേക്കാൾ സൗന്ദര്യമുള്ള പെണ്ണുണ്ടായിട്ടില്ല. ഹോളിവുഡിനെ പ്രസവിച്ച ഓസ്കാർ വരെ നേടിയ കറുത്ത സുന്ദരി. കറുപ്പിനേഴല്ല, സപ്തസാഗരങ്ങളെക്കാൾ സൗന്ദര്യമുണ്ടെന്ന് തെളിയിച്ചവൾ. ഞാൻ ചെയ്ത കുറ്റം ഏറ്റെടുത്തപ്പോൾ തിരുമേനി നിങ്ങളോട് എനിക്ക് ആരാധന തോന്നി. നിങ്ങളുടെ വേര് തേടി ജീവിതം തേടിപ്പോയി എനിക്ക് മാതാപിതാക്കൾ ദാനമായി തന്ന
കൊലപാതക കേസിൽ പോലീസ് പിടിച്ചതറിഞ്ഞപ്പോൾ അമ്മ വിശ്വസിക്കാനാവാതെ തളർന്നു വീണ് ഒരു വശം തകർന്നു. നിന്നെ പ്രതിയുള്ള സങ്കടം ചട്ടി വിലങ്ങി അമ്മ പാതി വലിച്ചു കിടക്കുക. ഏത് തമാശ കൊണ്ട് നിങ്ങളെ സത്യത്തെ നേരിടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെ നൊന്തു പറ്റാൻ പേരെ തിരുമേനെ നേർന്നു പറ്റാം. തിരുമേനെ, ചങ്ങാതിയുടെ ചങ്ക് തുറന്ന് നോക്കിയില്ല ഞാൻ. ആത്മാർത്ഥതയുള്ള ഒരു ഹൃദയം നിന്റെ വാക്കുകൾ തുടിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും. നമ്മളിപ്പോൾ ഇറങ്ങുന്നു നിന്റെ അമ്മയെ കാണാൻ. സതീഷേ, വണ്ടി ഇറങ്ങാം. ഞാനൊന്ന് പറയട്ടെ. ഏത് മുടിയനായ പുത്രം മടങ്ങി വരുമ്പോഴും മാതാപിതാക്കൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കും. വാടാ വാടാ. എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നായിരിക്കും. ഇപ്പൊ ഇത്ര കാലം ഭയങ്കര ശല്യമായിരിക്കും. നേരെ തക്കാലം വന്നപ്പോ നീയൊക്കെ കൊന്ന ജെയിംസിന്റെ ജീവന് 50 രൂപ വിലയുള്ളൂ നിങ്ങളോട് ആര് പറഞ്ഞു? റെസ്റ്റോറന്റിൽ വെച്ച് നിങ്ങൾ തലക്കടിച്ചു കൊന്ന ജെയിംസിന്റെ ഭാര്യ ക്ലാര എന്റെ ജീവനം തകർത്തവന് ജാമ്യം കിട്ടുന്നത് നിന്ന് കാണാൻ വന്നതാണ്. പോലീസുകാർക്ക് മുന്നിലും കോടതിക്ക് മുന്നിലുമാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. എന്റെ മുന്നിൽ കൊലപാതകം. എനിക്ക് എന്റെ കെട്ടിയോനെ, എന്റെ മോനെ, അവന്റെ അപ്പനെ നഷ്ടമായി. മറുപടി പറ, എന്തിന്? ക്യാൻസർ പേഷ്യന്റാണ്. ഒരു നെഞ്ചെടുത്ത് കടന്നതിന് ശേഷം ക്യാൻസറിന്റെ വേരുകൾ കഴിക്കുകയായിരുന്നു. കീമോ തളർന്നുണ്ട്. അവസാനം കീമോ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് എന്നെ പരിചരിച്ച ജെയിംസ് ജോലിക്ക് വന്നത്. ഞങ്ങളുടെ അത്താഴക്കാലത്തിൽ മണ്ണുമാരിയിട്ട് അവിടെ പിന്നെ നീങ്ങെടുത്ത് വീട്ടിലെ വിളക്കടച്ചു. എന്തിന്? നിന്റെയൊക്കെ എത്ര മാത്രം കൂലിയായില്ല. അന്നം വിളമ്പതിനോ? എന്തിന്? കൊന്നവന്റെ മുന്നിൽ ജീവിതം വഴിമുട്ടിയവൾ വഴി നടന്ന് നിൽക്കുകയാണ്. മറുപടി പടിഞ്ഞാട്ട് പോയിട്ട് കാര്യമില്ല. ഗൾഫിലെങ്ങാനും പോകണം, ഒരു വീട് വെക്കണം, ജീവിതം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഗൾഫിൽ പോയതാണ്. കഷ്ടപ്പാടാണപ്പാ. നാല് കുഴപ്പമില്ലെന്ന് ആദ്യം വന്നപ്പോ പറഞ്ഞത്. ഇങ്ങനെ ഒരു കൂലെ തല്ലിക്കൂട്ടി മണലാരണ്യത്തിലെ കൊടുഞ്ചൂടി കിടന്ന് കഷ്ടപ്പെടുമ്പോഴാണ് മകൾക്ക് സുഖമില്ലാന്ന് അറിഞ്ഞത്. ജോലി ഉപയോഗിച്ച് പോന്ന് നിന്നെ പരിചരിച്ചു. പുതിയൊരു പേപ്പർ വരുമ്പോഴേ എന്തെങ്കിലും ഒരു പണിക്ക് ശ്രമിക്കാന്ന് പറഞ്ഞാണ് ഈ ജോലിക്ക് പോയത്. ആ നിന്നെ മകാനെ എന്നെ ഏൽപ്പിച്ചിട്ട് അയാള് പോയി. കോൺഗ്രസ് വെള്ളത്തിൽ വരണ്ട, പ്രായമായില്ലേ എന്ന് എല്ലാരും പറഞ്ഞു. ആവശ്യമുള്ള മീനോ എന്താണെന്ന് വെച്ചാൽ എടുത്തോണ്ട് പോകാനും. ഒരുത്തന്നെ സഹതാപവും സൗകര്യം വേണ്ട, പണി ചെയ്യാനുള്ള മനക്കറുപ്പുണ്ട്, ഒപ്പം കൂട്ടിയാൽ മതിയെന്ന് ഞാൻ. ഈ കിടക്കുന്ന കടാലിന് എന്തോരം പ്രായമുണ്ടാന്ന് ചോദിച്ചു. തമിഴ്നാട് സഭയിൽ അവന്റെ വെള്ളത്തിൽ കയറ്റി വിട്ടത്. അച്ഛായം വന്നതിന് ശേഷം നല്ല കൊയ്ത്താണെന്ന് കൂട്ടുകാരൻ. തമ്പുരാൻ അങ്ങനാണ് ആളെ. ഒരു വാതിൽ അടയുമ്പോ 9 വാതിൽ കുറഞ്ഞു കേട്ട. ശരീരമല്ല ആളെ നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്, മനസ്സാണ്. അപ്പന്റെ മനസ്സിന് വല്ലാത്ത ശക്തിയാണെന്നതാണ്. കാരണം നിന്റെ മുഖം ഇനി അപ്പൻ ജീവിക്കുന്നത് നിനക്ക് എന്റെ പേരക്കിടാവിനും വേണ്ടിയാണ്.
എന്റെ കൃഷി മോനെ പഠിപ്പിക്കണം, വലിയ ആളാക്കണം. അതുപോലെ നീ അപ്പന്റെ കണ്ണറിയില്ല മതാ. നമ്മുടെ ജീവിതത്തെ കുറിച്ച് തന്നെ നോക്കിയിരുന്ന എപ്പോഴും സങ്കടം പെയ്തിറങ്ങ, മുന്നോട്ട് നോക്കണം. ഒന്നും തെളിയണില്ല, കൈവശം പോയില്ലേ, ആത്മബലം പോയില്ലേ, ജീവിതം പതിച്ചു. അപ്പോഴൊന്നും പുറം കഴിഞ്ഞിട്ട് വരാമോ? പരിഹാരമില്ലാത്ത ഗതികേടിൽ തട്ടിത്തടങ്ങിയവർക്ക് എന്റെ ജീവിതം സത്യമായും അതൊരു കൊലപാതകമായിരുന്നില്ല. ആ കുറ്റം ഏറ്റെടുക്കുമ്പോ ഒരു ത്യാഗം ചെയ്യുന്ന മാനസികാവസ്ഥയായിരുന്നു. പക്ഷെ നിങ്ങൾ എന്റെ മുന്നിൽ വന്നിരുന്നപ്പോ ആത്മഹത്യ ചെയ്യാൻ പോലും എന്റെ ജീവിതത്തെക്കാൾ വലുപ്പമുണ്ട് ഈ കുറ്റത്തിന്. എനിക്ക് താങ്ങാൻ കഴിയുന്നല്ല ഇതിന്റെ ഭാരം. ഒരു കൊലപാതകത്തിന്റെ ഭാരം ഏറ്റെടുത്ത ഞാനിങ്ങനെ ഇടറി വീഴുന്നെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ പാപവും ചുമന്നവന്റെ കുരിശിനെന്ത് ഭാരമുണ്ടായിരിക്കും. കഴിയുമെങ്കിൽ നീ എന്നെ ഒരു കറുത്ത ക്രിസ്തുവിനെ കാണും. കർത്താവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്നതാണ് എന്റെ പ്രേരകനാവ്. കുർബാന കൈക്കൊള്ള പാടിന് ആദ്യ കുർബാനക്കുള്ള കുപ്പായം വാങ്ങിയതാണെന്ന് പറഞ്ഞ് പോയതാണ്. അലങ്കരിച്ച മെഴുകുതിരിയും തലയിൽ ചാർത്താനുള്ള വെള്ളത്തൂക്കത്തിന്റെ കിരീടമൊക്കെയായി അപ്പം കുപ്പായവുമായി വരുന്നത് കാത്തിരുന്നേ മകൻ. അവന്റെ മുന്നിലെത്തിയത് അവന്റെ അപ്പന്റെ ചേർന്നേറ്റ ശരീരമാണ്. ആ കുഞ്ഞിനെ ക്ഷമിക്കാനാവുക, ഈ വിലവയ്ക്കത് ക്ഷമിക്കാനാവുക, എനിക്ക് ക്ഷമിക്കാനാവുക? ഇല്ല,
രോഗിയെയും 10 വയസ്സുള്ള എന്റെ പേരക്കിടാവിനെയും പോറ്റാൻ തെറ്റേറ്റ് പറയാൻ കുമ്പസാരക്കൂട്ടിൽ കാത്തു നിൽക്കുന്ന ഭാവിയുടെ മാനസിക അവസ്ഥയില്ല. ക്ഷമ ചോദിക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യുന്നതിനപ്പുറം ഒരു പരിഹാരം പ്രേതം പോരാ. എന്റെ ജീവിതം ഞാൻ നിങ്ങളെ കച്ചുവെട്ടിൽ വെച്ചിരിക്കുക. ഒന്നുകിൽ നിങ്ങൾ എന്നെ കൊന്നൊഴിവാക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഏറ്റെടുക്കാൻ എന്നെ അനുവദിക്കണം. ഇതെന്റെ പിഴയാ, എന്റെ കൈപ്പിഴ. നീ ശരിക്കും ആലോചിച്ചിട്ടല്ലേ പറയുന്നത്? ഇതിനിങ്ങനല്ലാത്ത പരിഹാരം ഞാൻ കാണുന്നില്ല. ലോകത്ത് മറ്റൊന്നിനോടുമല്ല, സ്വന്തം മനസ്സാക്ഷിയോടാണ് ആദ്യം നമ്മൾ നീതി പുലർത്തുന്നത്. ജീവിതത്തിൽ നിന്ന് ഓടി ഒളിച്ചവരല്ല. ഓടി അവസാനം എവിടെ എത്തി? സ്വന്തം വിധിയിലേക്കല്ലാതെ മനുഷ്യൻ മറ്റെവിടേക്ക് ഓടി ഒളിക്കാൻ കഴിയില്ല. അനുഭവം പഠിപ്പിച്ചാതാ. എല്ലാം നമ്മൾക്കൊരു കയ്യബദ്ധം പറ്റും. നീ അത് ഏറ്റെടുക്കുക. ഇനി മരണം പറഞ്ഞ് ഞങ്ങളുടെ അതിന് കൂടെ എല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയാണ്. മനസ്സാക്ഷിക്കപ്പുറത്ത് കോടതി അതെന്നെ തൂക്കിലെത്തിക്കൊണ്ടേ. പരമാവധി നിയമത്തിന് അതിലെ സാധിക്കും. അതുകൊണ്ട് കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് എന്താണ് പ്രയോജനം? നമ്മൾ നിർദോഷമെന്ന് കരുതി ഒരു തമാശ കളിച്ചത്. ദോഷം തീരുമാനിക്കേണ്ട നമ്മളല്ല. ഇത്തരം തമാശകളൊന്നും നിർദോഷമല്ലെന്ന് അനുഭവം നമ്മളെ പഠിപ്പിച്ചില്ലേ? കൗരവ സദസ്സിൽ ധർമ്മപുത്രനും ശബരിയും കളിച്ചത് ചൂത, ഒരു വിനോദം. അതൊരു കളി മാത്രമായിരുന്നില്ല, ജീവിതം വെച്ചൊരു പരീക്ഷ. എന്തൊരു ഏതൊരു സന്ദേശം വേണമെന്ന് എല്ലാവരും സാക്ഷ്യം പിടിക്കും. രാമായണവും മഹാഭാരതവും ബൈബിളും ഖുറാനും ഒക്കെ പറഞ്ഞിട്ട് കാലം എത്രയായി? അതിൽ ഏതെങ്കിലും ഒരു സന്ദേശം നമ്മളെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ സ്വീകരിക്കില്ല. ജീവിതം വെച്ച് വീണ്ടും പല്ലാങ്കുഴി കളിക്കുക. എനിക്കിതിന് പരിഹാരം ചെയ്യണം കൂട്ടുകാരെ. എങ്ങനെ? ഞാൻ ആ മോനെ കണ്ടു. നിന്റെ അപ്പനെ കൊന്നത് ഞാൻ ആ മക്കളെന്ന് പറഞ്ഞപ്പോ അവന്റെ 2 തുള്ളി കണ്ണുതിരുടെ കാലിൽ ഉയിര് പൊളിപ്പോയി. ഒരു മനുഷ്യന് മാറ്റാൻ കഴിയാത്ത നീട്ടാൻ എന്റെ ചങ്കിൽ. പാപത്തിന് പൊറുതി, തെറ്റിന് മാപ്പ് നൽകുന്നതാണ് ലോകം. ഞാൻ ആ കുടുംബത്തോടൊപ്പം ജെയിംസിന്റെ കുടുംബാണ് മെഡിക്കൽ മാപ്പപേക്ഷിച്ചു. അയാളുടെ ആത്മാവിനെ ക്ഷമിച്ചതാണ്. ആ വീട് എനിക്ക് എന്നെ വിളി. അവരുടെ പള്ളിയിലെ വികാരിച്ച സ്നേഹത്തോടെ സ്വീകരിച്ചു. ക്ഷമിക്കുന്ന സ്നേഹത്തെ പറ്റി ജെയിംസിന്റെ സുഹൃത്തുക്കളോട് നിന്റെ അച്ഛനും വയ്ക്കുന്നത് ജീവിതം അങ്ങനെ മക്കളെ. ചിലപ്പോൾ ചില ഇരുണ്ട ഇടനാഴികളിൽ കൊണ്ട് നിർത്തിയിട്ട് പൊയ്ക്കളയുന്നു. പിന്നെ തീരുമാനം നാം സ്വയം എടുക്കണം. നമ്മുടെ തമാശ രക്തം വീണ ചതുരിയ സ്ഥലമായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം. ക്ലാര തൽക്കാലം ഞങ്ങൾ വേണം ഈ ഒറ്റ സംശയം. ചങ്ങാതിയുടെ കല്യാണം ഒന്ന് പഠിപ്പിക്കണമെന്നേ കരുതിയുള്ളൂ. ഈ ന്യൂ ജനറേഷൻ കല്യാണങ്ങളിൽ കാണുന്ന ചില വേണ്ടാദിനങ്ങളെ അന്ന് അതൊരു തമാശയായിരുന്നു. കോളേജ് പഠിച്ചപ്പോൾ ഒപ്പം പഠിക്കുകയും കൂടെ നാടകങ്ങളിലേക്ക് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തി. തമാശയല്ലേ, നമുക്ക് കൊഴുപ്പിച്ച് കളയാമെന്ന് കരുതി അവൾ. പക്ഷെ സംഗതി കൈവിട്ടില്ല, കളി കാര്യമായി. എനിക്കറിയില്ലായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിക്കാനാണ് തോന്നിയത്. കുപ്പിയെടുത്ത് തിരുമേനി അടിച്ചതാ ഞാൻ. അതെ, ഞാനും അടിച്ചത്. പ്ലാനിങ്ങൊക്കെ എന്തിയായിരുന്നു. പക്ഷേ കളി മാറിയപ്പോൾ ഹിമയെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഞാൻ സ്വയം ഏറ്റെടുത്തത്. കല്യാണം പറഞ്ഞ് ഒരു കൊലപാതകത്തിൽ ന്യായീകരിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ജെയിംസിന് പകരം വെക്കാൻ മറ്റൊന്നും ആവില്ല. എങ്കിലും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് കടന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക്, നിങ്ങൾക്ക്, നിങ്ങളുടെ മകനും വേണ്ടി. തിരുമേനി മാത്രമല്ല, ഞങ്ങൾ 4 കൂടാ അന്ന് മുടങ്ങിയതേക്കാണ് കല്യാണം. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു താലി വാങ്ങി ഇവിടെ അണിയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കല്യാണത്തിനുള്ള തീയതി തീരുമാനിച്ചോട്ടെ.
യേശുവിന്റെ ആത്മാവും നിങ്ങളോടൊപ്പം ഉണ്ട്. കല്യാണത്തിന് ഇനി എന്തരപ്പെടാണ് അലമ്പല്ലടാ. പ്രാർത്ഥന, കുടുംബജീവിതം നന്നാണ്, ശ്രുതി തെറ്റാത്ത കെട്ടിപ്പേട്, വായ്പുരം, മന്ത്രങ്ങൾ, വിവാഹ നിമിഷങ്ങളെ ഈശ്വരൻ ധന്യമാക്കട്ടെ. ദൈവം യോജിപ്പിക്കുന്നത് വിവരമില്ലാത്തവരുടെ കോമാളികളിൽ ഉണ്ടാകാതിരിക്കട്ടെ. ദൈവം ഒരാളെ തകർക്കാനുള്ള ഏറ്റവും കഠിനമായ വഴി അയാൾക്ക് മാപ്പ് കൊടുക്കാതിരിക്കുക എന്നതാണ്. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് വേദം. മാപ്പിന്റെ മഷിത്തണ്ടുകൊണ്ട് നമ്മുടെ പൊട്ടിയ സ്ലേറ്റിൽ ഈ ജീവിതകാലം മുഴുവൻ രേഖപ്പെടുത്തിയ തിന്മകളെ ആരോ കരുണയോടെ തുടച്ചു മാറ്റുന്നുണ്ട്. അതാണ് ഈശ്വരൻ. എന്തിന് ക്ഷമിക്കണം? അവർ ചെയ്യുന്നത് അവർ അറിയാത്തത് കൊണ്ട് എന്നും വേദം. മാപ്പ് കൊടുക്കുക എന്നത് ഒരാളുടെ ഉത്തരവാദിത്വവും സംരക്ഷണവും ഏറ്റെടുക്കുക എന്നതുമാണ്. പശ്ചാത്തപിക്കുന്ന പാപിക്ക് മാപ്പിന് അർഹതയുണ്ട്. കാരണം ക്ഷമയാണ് ഏറ്റവും വലിയ സ്നേഹമുദ്ര. ജീവിതം ഇവിടെ അവസാനിക്കുകയല്ല, അത് അനസ്യൂതം മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജീവിതം നമ്മെ ചിലതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠമാണ് മനസാക്ഷിയുള്ള സാക്ഷി. ടെയിൽ എൻഡിലേക്ക്